ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം വളരെ അർത്ഥവത്തായൊരു ചിന്താവിഷയമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര് എന്നുള്ള പൗലോസ്ലീഹായുടെ ഉറച്ച ബോധ്യത്തോടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തെക്കുറിച്ച് പല മാന്യങ്ങളിൽ സംസാരിക്കുവാൻ ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര് എന്നുള്ള ആ ചോദ്യം കുടുംബജീവിതങ്ങളോട് ബന്ധിപ്പിച്ച് ചില ആശയങ്ങൾ പറയുവാനായിട്ടാണ് പ്രിയപ്പെട്ട ബിജു അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആ നിലയിൽ അല്പം ചിന്തിക്കുകയും ചില ആശയങ്ങൾ ആ നിലയിൽ പറയുകയും ചെയ്യാമെന്ന് കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. എനിക്ക് പ്രത്യേകമായ സന്തോഷമുണ്ട് ആ ഒരു ഭാഗത്തെക്കുറിച്ച് സംസാരിപ്പാൻ എന്നോട് ആവശ്യപ്പെട്ടതിൽ. കാരണം മറ്റൊന്നുമല്ല, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവായതുപോലെ നമ്മുടെ സഭയിൽ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന വിഷയം ആദ്യം പഠിക്കാൻ പോകുന്നത് ഞാനാണ്. അമേരിക്കയിൽ പോയ വൈദികർ അവിടെ പഠിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഞാനാണ് ആ വിഷയത്തിൽ മാസ്റ്റർ ഓഫ് തിയോളജി ആദ്യം എടുക്കുന്നത്, പിന്നെ ഡോക്ടറേറ്റും ഒക്കെ എടുത്തു. 2000 വർഷമായ ഈ സഭയിൽ ആരും ഞാൻ സ്വയം പുകഴ്ച പറയുന്നതായിട്ട് വിചാരിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. കുടുംബജീവിതത്തെക്കുറിച്ചുള്ളൊരു പുസ്തകം ആദ്യമായിട്ട് എഴുതിയത് ഞാൻ തന്നെയാണ്. ഭൂമിയിൽ പറുദീസ എന്നുള്ള ഒരു പുസ്തകം. ഞാൻ ആ പുസ്തകം നമ്മുടെ വൈദിക സെമിനാരിയിലെ ദിവ്യബോധനത്തിന് വേണ്ടി എഴുതിയതാണ്. ബഹുമാനപ്പെട്ട ജോഷുവാച്ചനാണ് അന്ന് ഈ ദിവ്യബോധനത്തിൻ്റെ ഡയറക്ടറായി. എൻ്റെ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ തലക്കെട്ട് അദ്ദേഹമാണ് നൽകിയത്. ഞാൻ പുസ്തകം എഴുതി കൊടുത്തു, തലക്കെട്ടൊന്നും എഴുതിയില്ലായിരുന്നു. അദ്ദേഹം അതിന് ഭൂമിയിൽ പറുദീസ എന്ന പേര് കൊടുത്തു. ദിവ്യബോധനം പഠിച്ചിട്ടുള്ളവർ ആ പുസ്തകം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിലെ ചില ആശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അതൊന്നും മുഴുവനും പറയാനായിട്ട് 1 മണിക്കൂർ അനുവദിച്ച സമയത്തിനുള്ളിൽ സാധ്യമല്ല. എങ്കിലും ചില ആലോചനകൾ ഈ വിഷയത്തെക്കുറിച്ച് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആമുഖത്തിൽ ഒരു വാക്കൂടെ ഞാൻ പറയട്ടെ. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയെ ഗൗരവമായി സൂചിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഈ വർഷം എടുത്തിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ഭക്തി ചിലപ്പോഴൊക്കെ വികലമായി പോകാറുണ്ട്. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ചില ഭക്തി അറിയാതെ നമുക്കൊക്കെ ലഭിക്കാറുണ്ട്. മനഃപൂർവ്വമല്ല, ലോകത്തിൻ്റെ പോക്കിൽ ചിലപ്പോൾ നമ്മളെ അറിയാതെ സ്വാധീനിച്ചു പോകുന്നതാണ്. നമ്മുടെ ചില ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് അവരുടെ ഭക്തി അവരുടെ പള്ളിയാണ് ഭക്തി. മറ്റു ചിലർക്ക് വിശുദ്ധന്മാരാണ് ജീവിതത്തിൻ്റെ ഭക്തി കേന്ദ്രം. മറ്റു ചിലർക്ക് വിശുദ്ധന്മാർ തന്നെ ഭക്തി കേന്ദ്രമല്ല, ചില പള്ളിയിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരാണ് അവരുടെ ഭക്തി കേന്ദ്രം. സഹദായുടെ നാമത്തിൽ അനേകം പള്ളി ഉണ്ടെങ്കിലും ഇന്ന പള്ളിയിലിരിക്കുന്ന സഹദായാണ് ചില വിശ്വാസികളുടെ ഭക്തി കേന്ദ്രം. കന്യാമറിയാമിച്ചയിൽ നമുക്കെല്ലാം വിശ്വാസമുണ്ടെങ്കിലും ചില പള്ളിയിലിരിക്കുന്ന കന്യാമറിയാമിച്ചയിലാണ് ചിലർക്ക് കൂടുതൽ ഭക്തി. ഇങ്ങനെ വിശുദ്ധന്മാരെ പോലും വിഭാഗീയമായി ചിന്തിക്കുന്ന ഒരു ഭക്തി അറിയാതെ നമ്മളിലൊക്കെ വളർന്നിട്ടുണ്ട്. വടക്കൻ പ്രദേശങ്ങളിലേക്ക് എന്നാൽ സെമിത്തേരിയാണ് ഏതാണ്ട് ഭക്തി കേന്ദ്രം. സെമിത്തേരി ആർക്ക് ലഭിക്കുന്നോ അവിടെ നിൽക്കാമെന്ന് ചിന്തിക്കുന്ന വിശ്വാസികളുള്ളൊരു സമൂഹമാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുകയല്ല. അതുകൊണ്ട് ഈ ഭക്തിയൊക്കെ വികലമാണ് ക്രിസ്തുവിൽ ഇതെല്ലാം കേന്ദ്രീകരിക്കുന്നില്ല എങ്കിൽ. കാര്യം ക്രിസ്തുവാണ് ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ. കന്യാമറിയാം വിശുദ്ധന്മാരിൽ ഉന്നതമായ സ്ഥാനം സഭാ പാരമ്പര്യത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. അടിസ്ഥാനപരമായ സഭയുടെ വിശ്വാസമാണ്. പിതാക്കന്മാർ പോരാടിയത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അതിൻ്റെ വേദവിപരീതങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായിട്ടാണ്. ആദിമ പിതാക്കന്മാരെല്ലാം പോരാടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും ചൊല്ലുന്നത്.
തൃത്വത്തിലുള്ള വിശ്വാസവും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും കർത്താവിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളിപ്പിനായി നോക്കി പാർക്കുന്നത്, ഇത് വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളെയൊക്കെ വിട്ടിട്ട് വളരെ പരിമിതമായ ചില ഭക്തിയിൽ നമ്മൾ ലയിച്ചുകൊണ്ട് അത് ആത്മീയമാണെന്ന് വിചാരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് മാക്കാംകുന്ന് കൺവെൻഷനിൽ ഈ വർഷം യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരാത്മീയതയെക്കുറിച്ച് ചിന്തിപ്പാനായി ആ വിഷയം എടുത്തത് നന്നായി. അതിൻ്റെ ചുമതലക്കാരെ അഭിനന്ദിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര് എന്നുള്ള ചോദ്യം കുടുംബജീവിതത്തോട് ബന്ധിപ്പിച്ച് ചില ആശയങ്ങൾ പറയുവാനായിട്ടാണ് എന്നെ ചുമതലപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞുവല്ല. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാം. കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവമാണ്. ഇന്ത്യയിലെ ഒരു പട്ടണത്തിൽ ഞാൻ കുറച്ച് ദിവസങ്ങൾ താമസിക്കേണ്ടി വന്നു. ഇപ്പോൾ കൗൺസിലിംഗ് ആണ് എൻ്റെ വിഷയം എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടും എന്നെ ഏതോ വിധത്തിൽ മനസ്സിലാക്കിയ ഒരു കുടുംബം, ഞാൻ ആ കുടുംബവുമായി നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ ആഴമേറിയ ബന്ധമെന്ന് പറയാനില്ല, എങ്കിലും ആ കുടുംബം എന്നെ അവരുടെ ഭവനത്തിലേക്ക് ഒരു അത്താഴത്തിന് ക്ഷണിച്ചു. എനിക്ക് തന്നെ അല്പം വിസ്മയം തോന്നി, അവരെന്നെ അത്താഴത്തിന് ക്ഷണിക്കത്തക്കവണ്ണമുള്ള പ്രത്യേകമായ ബന്ധം എന്താണ്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മാതാപിതാക്കൾ അച്ഛനെ ക്ഷണിച്ച ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ്. ഞങ്ങൾക്കൊരു ഉപദേശം കിട്ടണം. അച്ഛൻ്റെ വിഷയം കൗൺസിലിങ്ങുമാണ്. അതുകൊണ്ട് അച്ഛന് ഞങ്ങൾക്ക് ഒരു നല്ല ഉപദേശം ഒരു കാര്യത്തിൽ തരണം. ഞാൻ പറഞ്ഞു, എനിക്ക് അറിയാവുന്ന വിഷയമല്ലോ ആണെങ്കിൽ ഞാൻ പറയാം, എനിക്കെല്ലാം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലച്ച, ഇത് ഞങ്ങൾ ഒരു വളരെ സന്ദിഗ്ധാവസ്ഥയിലാണ്, ഒരു തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ബുദ്ധിമുട്ടുന്നു. ആ കുടുംബത്തിലെ ഒറ്റ മകനേ ഉള്ളൂ. അദ്ദേഹം അന്ന കാലത്ത് ബിടെക് കഴിഞ്ഞ ആളാണ്. നമ്മുടെ ഇന്ത്യയിലെ ഒരു പട്ടണത്തിലെ നല്ല കമ്പനിയിൽ നല്ല ജോലിയാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് H1 വിസയിൽ അമേരിക്കയ്ക്ക് പോകാനായി ഒരു സാധ്യതയുണ്ടായി. അമേരിക്കയിൽ ജോലി കിട്ടി പോകുന്നതാണല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷണീയമായ സംഗതി. ഗൾഫ് പോലും ഇപ്പോൾ നമുക്ക് ആകർഷണീയത ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ, അവിടെയൊക്കെ നമുക്ക് ജോലി സാധ്യത ഉള്ളതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അങ്ങോട്ടൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊരു 30 വർഷത്തിന് മുമ്പ് H1 വിസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിന് ഭയങ്കരമായ സംഘർഷം. ഒരു വശത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അമേരിക്കയിൽ ജോലി കിട്ടി വിസ കയ്യിൽ വന്നിരിക്കും. മറുവശത്ത് മാതാപിതാക്കൾക്കായി മകൻ ഒറ്റ മകനായതുകൊണ്ട് അപാരമായ, മക്കളോടൊക്കെ സ്നേഹമുണ്ട്, എന്നാലും ഒറ്റയാവുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കാണുമായിരിക്കും. അതുകൊണ്ട് അപാരമായ സ്നേഹം. ഈ മകനാണെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതലയെക്കുറിച്ച് ബോധ്യമുള്ള ആത്മീയമായ ഒരു അനുഭവമുള്ള മകനുമാണ്. അതുകൊണ്ട് അപ്പനെയും അമ്മയും വിട്ടേച്ച് അമേരിക്കയ്ക്ക് പോകാനായിട്ട് പ്രയാസം. ഇതാണ് അവരുടെ മാനസികമായ സംഘർഷാവസ്ഥ. നല്ല ഒരു അവസരം കിട്ടിയത് നഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ? അനേകം പേര് ആഗ്രഹിക്കുന്ന ഒരു സംഗതി, അത് ഈ മകന് കിട്ടിയപ്പോൾ അത് നഷ്ടപ്പെടുന്നത് ശരിയാണോ? അതുകൊണ്ട് അച്ഛാ, ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. 5 വർഷത്തേക്ക് ഈ മകൻ അമേരിക്കയിൽ പോയി ജോലി ചെയ്തിട്ട് അവനൊരു അവസരം കിട്ടിയതല്ലേ, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു വരട്ടെ. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? ഞാൻ അവരെ വളരെ ആത്മാർത്ഥതയോടെ എൻ്റെ അഭിപ്രായം അത് അവരെ പ്രീതിപ്പെടുത്തണമെന്നുള്ളതല്ല, എനിക്കുള്ള അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായം അവർ പറയണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എന്നെ വിളിച്ചത്, ഞാൻ ചിലപ്പോഴൊക്കെ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ട്. അമേരിക്കയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാൻ വയ്യ. എൻ്റെ കേൾവിക്കാരിൽ അമേരിക്കയിൽ നിന്നുള്ള അനേകം പേരുണ്ടെന്ന് എനിക്കറിയാം. ഏതായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞു, 5 വർഷത്തിനുള്ളിൽ ഈ മകൻ തിരിച്ചു വരാൻ സാധ്യതയില്ല. അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത്? അത് ഞാൻ അമേരിക്കയിൽ പോയി കണ്ടിട്ടുള്ളതാണ്. ഒരാൾ ഇവിടുന്ന് ജോലിക്ക് പോയാൽ ഒന്ന് സെറ്റിൽഡായി വരാനായി കുറേ നാളെടുക്കും.
ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് ഒരു വാഹനമൊക്കെ എടുത്ത് ജീവിതത്തിൽ ഒന്ന് സെറ്റിൽഡായി വരാനായി കുറേ നാളെടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ സൗകര്യങ്ങളും കിട്ടുമെന്നുള്ളതല്ല. നന്നായി കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം ചെയ്താൽ അതിന് പ്രയോജനമുണ്ട്. നാട്ടിൽ കഷ്ടപ്പെടുന്ന പോലെ അല്ല. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യണം. അപ്പനും അമ്മയും കൂടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യണം. 5 വർഷം കഴിഞ്ഞാൽ ഈ മകൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് അവൻ വരുമോ എന്നുള്ളതിനെക്കുറിച്ചും നമുക്കിപ്പോഴൊന്നും തീർച്ച പറയാൻ ഒക്കെയില്ല. പറഞ്ഞാൽ മകൻ കയറി പറയാം, അച്ഛാ എനിക്ക് പപ്പായും അമ്മയും പിരിഞ്ഞിരിക്കാൻ ഒക്കെയില്ല, ഞാൻ അതിൽ കൂടുതൽ ഒട്ടും അവിടെ നിൽക്കുകയില്ല. ഞാൻ പറയും, മകനെ, നിന്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയാണത്. പക്ഷേ ഈ മാനസിക അവസ്ഥ നീ വിദൂരമായൊരു നാട്ടിൽ ജോലിക്ക് പോയി കഴിയുമ്പോൾ നിന്റെ ഈ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരും. അത് നിനക്ക് ഇപ്പം ഇരിക്കുമ്പോൾ നിന്റെ അമ്മയോടും അപ്പനോടും നിനക്ക് അത്രമാത്രം വൈകാരികമായ ബന്ധമുള്ളത് കൊണ്ട് മാറ്റം വരികയില്ലെന്ന് നിന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ വികാരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഉറപ്പുള്ളതൊന്നുമല്ല. അതുകൊണ്ട് മകനെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് നാൾ പോയി അവിടെ ജോലി ചെയ്യും. നീ ഒരു കാര്യം തീരുമാനിക്കുക, H1 വിസ ഇമിഗ്രൻ്റ് വിസ ആയി മാറ്റാതെ നീ അവിടെ ജീവിച്ച് കുറച്ച് നാൾ ജോലി ചെയ്ത് കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ പ്രായോഗികമായിരിക്കും. പക്ഷേ H1 വിസയിൽ നീ കുറച്ച് നാൾ അവിടെ നിന്നാൽ നിന്റെ വിസ ഇമിഗ്രൻ്റ് വിസ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതിന് നീ ശ്രമിക്കുകയാണെങ്കിൽ നീ പിന്നെ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നതും നടക്കാൻ പ്രയാസമുള്ളതാണ്. ഞാനിത് പറഞ്ഞപ്പോൾ അവർക്ക് അല്പം പ്രയാസം തോന്നി. എന്നാലും ആ കുടുംബം ഈ മകനെ അമേരിക്കയ്ക്ക് വിടുവാൻ തന്നെ തീരുമാനിച്ചു. അവനും അങ്ങനെ തീരുമാനിച്ചു. ഞാൻ ഈ കുടുംബത്തെക്കുറിച്ച് യാതൊരു ന്യായവിധിയും നടത്തുന്നതായിട്ട് ആരും ചിന്തിക്കരുത്. എൻ്റെ വാക്കുകളുടെ പോരായ്മ കൊണ്ട് ഞാൻ അവരെ ഏതെങ്കിലും കുറ്റപ്പെടുത്തുന്നതായിട്ട് ചിന്തിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വാക്കുകൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലായിരിക്കാം ചിലപ്പോൾ സംവേദനം ചെയ്യുന്നു. എനിക്ക് ആ കുടുംബത്തെക്കുറിച്ച് യാതൊരു മുൻവിധിയോ ന്യായവിധിയോ ഒന്നുമില്ല. ഞാൻ പിന്നെ ഈ സംഭവം മറന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ആ പിതാവിനെ എറണാകുളത്ത് വെച്ച് ഒരു കല്യാണത്തിന് കണ്ടുമുട്ടി. ആ പിതാവ് മരിച്ചുപോയി. അമ്മയുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 10 വർഷം കഴിഞ്ഞ് ആ പിതാവ് കണ്ടപ്പോൾ എന്നോട് പറയുകയുണ്ടായി, അച്ഛനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. അച്ഛനെ പലപ്പോഴും വിളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, എന്നാലും എന്തുകൊണ്ടോ വിളിക്കാൻ തോന്നിയില്ല. അച്ഛാ, എൻ്റെ മകൻ തിരിച്ചു വന്നില്ലെന്ന് മാത്രമല്ല, അവനൊരു അമേരിക്കക്കാരി പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു. ഞാൻ അവരെ ഒന്നും കുറ്റപ്പെടുത്തുവോ തെറ്റായി ചിത്രീകരിക്കുകയോ ഒന്നുമല്ല. നമ്മുടെ ഒരു കൊച്ചു സഭ ആഗോള വ്യാപകമായി വളർന്നിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം പരിഗണിക്കുമ്പോൾ മധ്യ തിരുവിതാംകൂറിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കൊണ്ടു നടന്ന ചില മൂല്യങ്ങളിൽ നമ്മുടെ തലമുറ ഇപ്പം നിൽക്കണമെന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ സംഭവം പറഞ്ഞു എന്ന് മാത്രം. ഞാൻ അവനെ ന്യായം വിധിക്കുന്നില്ല, ആ മാതാപിതാക്കളെ ന്യായം വിധിക്കുന്നില്ല, അമേരിക്കയിൽ പോയിട്ടുള്ളത് മോശമാണെന്ന് പറയുന്നില്ല. ഒരു കണക്കിന് ഈ സഭ ഇത്രയും കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായി സാധിച്ചത് അമേരിക്കക്കാരുടെയും അതുപോലെ ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട നമ്മുടെ മനുഷ്യരുടെ സഭയോടുള്ള സ്നേഹത്തിൽ അവർ ചെയ്തിട്ടുള്ള നന്മകളും സംഭാവനകളുമാണ്. അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനിയുടെ സ്മാരകമായി വൈദിക സെമിനാരിയിൽ ശ്രേയസ് എന്ന് പറയുന്ന 80 പേർക്ക് താമസിക്കാവുന്ന ഹോസ്റ്റൽ കെട്ടിടം പണിതു. അമേരിക്കയിൽ അതിനുവേണ്ടി ഞാനായിരുന്നു പോയിരുന്നത്. ഏതാണ്ട് 1.5 കോടി രൂപയാണ് അവിടുത്തെ മക്കൾ സഭയ്ക്ക് വേണ്ടി തന്നത്. അവിടെ അവരുടെ എല്ലാം ശുശ്രൂഷകളെയും സംഭാവനകളെയും വിസ്മരിച്ചുകൊണ്ടൊരു വിശകലനം നടത്തുക എന്ന് ആരും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, മലങ്കര സഭ ഒരു ചെറിയ സഭയാണ്. 700 കോടിയിൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന ഈ ഭൂമിയിൽ 1/4 കോടി പോലും ഇല്ലാത്ത ഒരു കൊച്ചു സഭയാണ് നമ്മുടെ. പക്ഷേ ഈ കൊച്ചു സഭയിൽ നിന്ന് നമ്മുടെ ജനങ്ങൾ എത്തിച്ചേരാത്ത പ്രദേശങ്ങളില്ല. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ആഫ്രിക്കയും എനിക്ക് തോന്നുന്നു ലാറ്റിൻ അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കോൺഗ്രിഗേഷൻസ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ബാക്കി ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നമ്മുടെ മനുഷ്യർ ചെന്നിട്ടുണ്ട്.
അവിടെയെല്ലാം നമ്മുടെ ആൾക്കാർ ആരാധനാലയങ്ങൾ വെക്കുവാനായി വളരെ ശ്രദ്ധ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വളർച്ച ഉണ്ടാകുമ്പോൾ ഈ സംസ്കാരങ്ങളുടെ സ്വാധീനം നമ്മിൽ ഉണ്ടാകരുതെന്ന് നിർബന്ധം പിടിച്ചാൽ അത് പ്രയാസമാണ്. അതുകൊണ്ടാണ് കുടുംബജീവിതത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറയുമ്പോൾ ചില പരമ്പരാഗതമായ മറുപടികൾ കൊടുത്ത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി സങ്കീർണമാണ് കുടുംബ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ആ സങ്കീർണതയെക്കുറിച്ച് എന്നെ കേൾക്കുന്ന സമൂഹം വളരെ വിദ്യാസമ്പന്നരായ ഒരു സമൂഹമാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഗൗരവമായി ചിന്തിപ്പാനായി ചില ആലോചനകൾ നിങ്ങളുമായി പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മറ്റൊരു ഉദാഹരണം, അമേരിക്കയിലുള്ള ഒരു കൊച്ചൻ നാട്ടിലല്ല, പെങ്കൊച്ചിനെ കാണാൻ ബാംഗ്ലൂരിലാണ് വന്നത്. ഇതും കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ആ കൊച്ചൻ അമേരിക്കയിൽ ജനിച്ചു വളർന്ന കൊച്ചനാണ്. അവനെ കുറ്റം പറയാൻ ഒക്കുകയില്ല. അവന് ഈ പെൺകുട്ടിയെ, ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ട് മാതാപിതാക്കളോടൊരു അഭ്യർത്ഥന നടത്തി, മകളെ എൻ്റെ കൂടെ മദ്രാസിലേക്ക് വിടണം, ഞങ്ങളൊരു 2-3 ദിവസം ഒരുമിച്ചൊന്ന് താമസിച്ച് ഒന്ന് പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ തീരുമാനമെടുക്കാം. ആ വീട്ടമ്മ എന്നോട് പറഞ്ഞു, ചൂലിരിപ്പുണ്ടായിരുന്നു, എടുത്ത് തല്ലണമെന്ന് എനിക്ക് തോന്നി. വീട്ടമ്മയെ കുറ്റം പറയാൻ ഒക്കെയില്ല, അവനെ കുറ്റം പറയാൻ ഒക്കെയില്ല. അവൻ ജനിച്ചു വളർന്ന സംസ്കാരത്തിൽ ഒരു പെൺകൊച്ചിനെ ഒരിക്കൽ ഒന്ന് കണ്ടിട്ട് മാതാപിതാക്കൾ പറയുന്നു, ഇത് നിനക്ക് പറ്റിയതാ, കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ അവൻ കെട്ടാൻ തയ്യാറല്ല. അത് അവന്റെ കുഴപ്പമല്ല. അവൻ ജനിച്ചു വളർന്ന സംസ്കാരത്തിൽ നിന്ന് അവൻ നേടിയ ചില മൂല്യങ്ങളുണ്ട്. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകൊച്ചിനെ അടുത്തറിയണം. അടുത്തറിവ് എവിടം വരെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാൻ വയ്യ. പക്ഷേ എങ്കിലും കാണണം, സംസാരിക്കണം, കുറേ സമയങ്ങൾ അവരുടെ ആശയങ്ങളും അഭിലാഷങ്ങളും പങ്കിടണം. അത് കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കാം. അപ്പൊ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുടെ വ്യത്യാസങ്ങൾ ആ ചെറുപ്പക്കാരനെ തെറ്റു പറയാൻ ഒക്കെയില്ല. ആ വീട്ടുകാർ സമ്മതിച്ചില്ല. പെൺകൊച്ചിനെ എന്തോ ഓർത്തോണം, നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നവർ ബാംഗ്ലൂരിൽ പോയി താമസിച്ചെന്നുള്ളതേ ഉള്ളൂ. അമേരിക്കക്കാരൻ ചെറുക്കൻ കല്യാണം കഴിക്കാൻ വേണ്ടി, മോളെ നീ 2 ദിവസം അവൻ്റെ കൂടെ പോയി പരിചയപ്പെട്ടിച്ച് വരാൻ പറയാൻ നമ്മുടെ മധ്യതിരാങ്കൂറിലെ കുടുംബങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. നേരെ മറിച്ച് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു കൊച്ചനോ അവനൊരു പെൺകൊച്ചിനെ കണ്ട ഉടനെ ഞാനിതിനെ കല്യാണം കഴിച്ചോളാം എന്ന് പറയാൻ അവന് സാധിക്കുമോ? അവന് സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുടുംബജീവിതത്തിൻ്റെ വൈവിധ്യങ്ങൾ നമ്മൾ കാണുന്നതിനൊക്കെ അപ്പുറമാണ്. ഇവിടെ മലങ്കര സഭ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഈ ആഗോള വ്യാപകമായി നമ്മുടെ സഭ വളർന്നുവെങ്കിലും ഈ വളർച്ചയിൽ നമ്മുടെ ചില മൂല്യങ്ങൾ അതിനെ എങ്ങനെ സംരക്ഷിക്കാൻ ഒക്കുമോ എന്നുള്ളതിനെ കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലമാണ്. പോട്ടെ, ഞാൻ ഇത്രയും ആമുഖം പറയുകയായിരുന്നു. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാനായിട്ട് ആർക്ക് സാധിക്കുമെന്നുള്ള പൗലോസ്ലീഹയുടെ ചോദ്യം കുടുംബജീവിതത്തോടൊന്ന് ബന്ധിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ ആശയം എനിക്ക് പറയാനുള്ളത്, ഈ ചോദ്യത്തിന്റെ പുറകിൽ ആഴമേറിയ ഒരു ക്രിസ്താനുഭവവും ഒരു മാനസാന്തര അനുഭവമുണ്ട്. A conversion experience for St. Paul. St. Paul is asking this question out of a conviction that Christ is the Lord and Savior for him. ക്രിസ്തു അവന്റെ എല്ലാം ആണെന്നുള്ള അനുഭവത്തിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പിന്റെ വിടുതലിന്റെ അനുഭവത്തിൽ നിന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ ഉത്തരമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ കുടുംബജീവിതങ്ങളോട് ബന്ധിപ്പിക്കുമ്പോൾ ഞാൻ പറയും, വിവാഹമെന്ന് പറയുന്ന ഉടമ്പടിയിൽ ക്രിസ്തുവിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. ക്രിസ്തുവിൽ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത കുടുംബജീവിതത്തിൽ കാണണം. പൗലോസ്ലീഹായ്ക്ക് യേശു ക്രിസ്തു ദമസ്കോസിന്റെ പടിവാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു ഒരു അനുഭവമായിരുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആണും പെണ്ണും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും അതുവരെയുള്ള തങ്ങളുടെ ജീവിതത്തിൽ ഒരാത്മീയതയൊക്കെ വളർത്തിയിട്ടുണ്ടായിരിക്കാം.
മാമോദീസായിൽ നമ്മുടെ വീണ്ടും ജനനം ആരംഭിച്ചു, വീണ്ടും ജനിച്ചു, പൂർണ്ണതയിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. ഈ വിവാഹം എന്ന് പറഞ്ഞ കൂദാശ ഈ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആഴത്തിൽ അടുക്കാനുള്ളതാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അത് കേരളത്തിൽ വെച്ച് നടന്നാലും, അത് ഇന്ത്യയിൽ വെച്ച് നടന്നാലും, അമേരിക്കയിൽ വെച്ച് നടന്നാലും, എവിടെ വെച്ച് നടന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവബോധം ലഭിക്കേണ്ടിയിരിക്കുന്നു. അതായത് വിവാഹ കൂദാശയിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്ന, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനു മുമ്പ് അവർ പറ്റിച്ചേർന്നിരുന്നില്ല എന്നുള്ളതല്ല, എങ്കിലൊരു പുതിയ അനുഭവം, ഏകമായി ദൈവത്തോട് ബന്ധപ്പെട്ടിരുന്നു എങ്കിൽ രണ്ടുപേരും ഒരുപോലെ ദൈവത്തോട് ബന്ധപ്പെടുന്ന ഒരു അനുഭവത്തിലേക്കുള്ള ഒരു രൂപാന്തരം, ഒരു തിരിച്ചുവരവ്, ഒരു വീണ്ടെടുപ്പിന്റെ അനുഭവം, ഒരു കൺവേർഷന്റെ അനുഭവം ഇതുണ്ടാകണം. ഇത് ക്രിസ്തുവിൽ ഉണ്ടാകുന്നുണ്ടോ? ഇതാണ് എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ, അത് ഇവിടെ വെച്ച് നടക്കുന്ന കല്യാണത്തിൽ പങ്കെടുക്കുന്നവരുടെ കൂടെ, അല്ലാതെ പുറം നാടുകളിലെ ആരെയും ഉദ്ദേശിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. ക്രിസ്തുവിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു പുതിയ അനുഭവം വിവാഹമെന്ന ബന്ധത്തിൽ ആരംഭിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ കുട്ടികൾക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്കുണ്ടോ? ഇന്നത്തെ വിവാഹത്തെക്കുറിച്ച് ഒരു സരസനായ ഒരു കല്യാണത്തിന് പോയി പങ്കെടുക്കുമ്പോൾ പെണ്ണും ചെറുക്കും വരാൻ അല്പം താമസിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ വന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അറിയാവുന്ന ഒരാളാണ്. അച്ഛാ, ഇപ്പോൾ ആണും പെണ്ണും തമ്മിലല്ലച്ചാ കല്യാണം നടക്കുന്നേ. ഇവിടെ ഞാൻ ആകപ്പാടും ഞെട്ടിപ്പോയി. ഇവിടെയും ഗേ മാരേജസ് ഒക്കെ ആയോ, ലെസ്ബിയൻ മാരേജസ് ഒക്കെ ആയോ? എന്താ ഈ മനുഷ്യൻ പറയുന്നത്? അയാൾ പിന്നെയും പറയുന്നത്, നോക്കച്ചാ ആണും പെണ്ണും അല്ലച്ചാ ഇവിടെ കെട്ടുന്നത്. പിന്നെ എനിക്ക് വിസ്മയം തോന്നി. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേറെ എന്തോ സറ്ററിക്കലായിട്ട്, ഹ്യൂമറസ് ആയിട്ട് എന്തോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അധികം ഉദ്വേഗം സൃഷ്ടിക്കാതെ ഉള്ള കാര്യങ്ങൾ പറയാം. എന്താ മനസ്സിരിക്കുന്നത്? അല്ലച്ചാ, ഇപ്പൊ കല്യാണം കഴിക്കുന്ന പിള്ളേരെ നോക്കച്ചാ ആണും പെണ്ണും അല്ലച്ചാ. പിന്നെ എന്താ? പുള്ളി പിന്നെയും പറയാ, അച്ഛാ ബിടെക്കും കൂടാ കല്യാണം, MBAയും കൂടാ കല്യാണം, TTCയും കൂടാണ് കല്യാണം, ബിഎഡും കൂടാണ് കല്യാണം, നേഴ്സും കൂടാ. പണ്ട് നേഴ്സിനെ കിട്ടാൻ പാടായിരുന്നു, ഇപ്പം അതുകൊണ്ട്. അതുകൊണ്ട് നേഴ്സും കൂടാണ് കല്യാണം. അച്ഛാ പ്രൊഫഷൻ തമ്മിലാച്ചാ ഇപ്പോഴത്തെ കല്യാണം, അല്ലാതെ ആണും പെണ്ണും തമ്മിലല്ലച്ചാ. ശരിയാണ്. ഇപ്പൊ നമ്മൾ വിവാഹത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ പ്രൊഫഷണൽ മാച്ചിങ് വന്നു കഴിയുമ്പോൾ ഏതാണ്ട് കുടുംബജീവിതം അങ്ങ് ശരിയായിക്കൊള്ളുമെന്നാണ് മാതാപിതാക്കളുടെയും ഇപ്പോഴത്തെ തലമുറയുടെയും വിചാരം. ഞാൻ അവിടെ നിന്ന് ഓർത്തു, ഇനി ഒരു കൂട്ടർക്ക് മാത്രം മാച്ചിങ് ഇല്ല, അച്ഛന്മാർക്ക്, അച്ചികളില്ല അല്ലേ? അവർക്കാരാ പിന്നെ ഏതെങ്കിലും ഒക്കെ ഒപ്പിച്ച് വെക്കുക എന്നുള്ളതല്ലാതെ അതിന് പറ്റിയതൊന്നും വേറെ ഇല്ല. അപ്പോൾ ബാക്കി എല്ലായിടത്തും ഈ പറഞ്ഞ പ്രൊഫഷണൽ മാച്ചിങ് അത് വരുമ്പോൾ കുടുംബജീവിതം മെച്ചമായിരുന്നു. അവിടെയാണ് നമ്മുടെ ചിന്താവിഷയം. ശരിയാവുകയില്ല. അപ്പോൾ രണ്ടുപേരും ക്രിസ്തുവിനോട് വിവാഹം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുവിനോട് വിവാഹം ചെയ്യുമെന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല കേട്ടോ. സഭയുടെ വേദശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, എഫേസ്യ ലേഖനത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്നാണ്. അതുകൊണ്ടാണ് ഒറിഗൻ എന്ന് പറഞ്ഞ വലിയ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി, ദൈവസന്നിധിയിൽ പുരുഷനും സ്ത്രീയും മണവാട്ടികളാണ്. കാരണം സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയിലാണ് നിങ്ങളും ഞാനും അംഗങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പുരുഷനും സ്ത്രീയും മണവാട്ടികളാണ്. ഇത് വേദശാസ്ത്രപരമായി അർത്ഥമുള്ളതാണ്. വിവാഹത്തിൽ നടക്കുന്ന, കൂദാശയിൽ നടക്കുന്ന കാര്യം എന്തെന്നറിയാമോ? ഈ മണവാളനും മണവാട്ടിയും ക്രിസ്തുവിൻ്റെ മണവാട്ടികളായി രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ തലമുറയ്ക്കുണ്ടോ? അതാണ് വളരെ പ്രധാനമായി നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കേണ്ട മാറ്റം. ഒരു വിവാഹത്തിൻ്റെ കൂദാശയിലെ ഫിസിക്കൽ അറേഞ്ച്മെന്റ്സ് ആണ് ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് വരുന്നത്, അല്ലേ? ഒരു വിവാഹ കൂദാശ നടത്താൻ വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്
എന്തുമാത്രം ബദ്ധപ്പാടുകൾ. എൻ്റെ 2 മക്കൾ കല്യാണം കഴിച്ചു, ഇനി ഒരാളിൻ്റെ കല്യാണം ഏകദേശമൊക്കെ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും പ്രയാസമാണ്. അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എന്തോ ഒരു പ്രയാസമുള്ള കാര്യമാണെന്നറിയാമോ? ഒരിക്കലൊരു കൗൺസിലിങ്ങിന് ഒരു പെൺകുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആ കുട്ടി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ കല്യാണം നടത്തുമ്പോഴേ ഒരു വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് മാതാപിതാക്കൾ പറഞ്ഞ് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രയാസങ്ങളെയും അതിജീവിക്കാനുള്ള വഴികളെയൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി ഞാനവിടെ ഇരിക്കുമ്പോൾ ഈ കുട്ടിയുടെ ആശങ്ക അതൊന്നുമല്ല. കുട്ടി ചോദിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ വെച്ച്, ഒരു ഗ്രാമീണ ദേവാലയത്തിൽ വെച്ചാണ് വിവാഹം നടക്കാൻ പോകുന്നത്. അപ്പോഴാ കുട്ടിയുടെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അച്ഛാ, ദേവാലയത്തിൽ നല്ലവണ്ണം ഡെക്കറേറ്റ് ചെയ്യാൻ ഒക്കുമോ? പൂക്കൾ കിട്ടുമോ? പിന്നെ ബ്രൈഡിൻ്റെ കൂടെ വരുന്നതൊക്കെ ഉണ്ടല്ലോ, എന്തോ പേരൊക്കെ എനിക്ക് വലിയ പിടിയില്ല, ഞാൻ അത്രയും മോഡേൺ ആയിട്ടില്ല, അതുകൊണ്ട് ഈ പല പേരുകളും അങ്ങോട്ട് വായി നിൽക്കുകയില്ല. ഏതായാലും പെൺകൊച്ചിൻ്റെ കൂടെ 5-6 പേര് കാണുമല്ലോ, അതുപോലെ ഒരു ആൺകൊച്ചിൻ്റെ കൂടെ 5-6 പേര് കാണും. ഇവർക്കൊക്കെ നല്ല ഡ്രസ്സ് അവിടെ കിട്ടുമോ അച്ഛാ? അച്ഛാ, നല്ല ഭക്ഷണം കിട്ടുമോ? ആജീവനാന്തം ദൈവം കൂട്ടിച്ചേർക്കുന്ന ഒരു ബന്ധത്തിൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഈ കുട്ടിക്ക് യാതൊരു ആശങ്കയുമില്ല. കുട്ടിയുടെ ആശങ്ക ഈ വിവാഹത്തിന്റെ നടത്തിപ്പ് എങ്ങനെ നടക്കും. ഏതാണ്ട് നമ്മുടെയൊക്കെ വിവാഹങ്ങളും അതുപോലെയൊക്കെ ആയിരിക്കുന്നു. അതിൻ്റെ ഫിസിക്കൽ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുന്നത്. അതാണ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ നടന്നതും. മാർത്ത അങ്ങോട്ട് ആശങ്കപ്പെട്ടു, കർത്താവിന് എന്തെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഭൗതികമായതിൽ കൂടുതൽ ശ്രദ്ധ വെക്കുമ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി ആകുലപ്പെടുന്നു. ഭൗതികമായതിൽ അധികം ശ്രദ്ധ വെക്കുമ്പോൾ ആകുലത കൂടും. അതാണ് മാർത്തയോട് കർത്താവ് പറഞ്ഞത്. അല്ല, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തിരിക്കുന്നു, അവൾ അത് എടുത്തു കളയാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ ആ സംഭവത്തിൽ തന്നെ വിവാഹത്തിന്റെ ഫിസിക്കൽ അറേഞ്ച്മെന്റ്സ്, അതിന്റെ ഭൗതികമായ സൗകര്യങ്ങളെ കുറിച്ചുള്ള, അതിന്റെ ക്രമീകരണങ്ങളെ കുറിച്ചുള്ള ആശങ്കയിൽ ഇന്നത്തെ സുറിയാനി ക്രിസ്ത്യാനി സമൂഹം വളരെ ബന്ധപ്പെടുകയാണ്. പിന്നെ ഒരു പ്രൊഫഷണൽ മാച്ചിങ്ങുമായി കഴിഞ്ഞാൽ കുടുംബജീവിതം മെച്ചമാകുമെന്നുള്ള കാഴ്ചപ്പാട് ആവുകയില്ല പ്രിയരെ. ഇത് ദൈവത്തിൻ്റെതാണ്. ഏദന്റെ തോട്ടത്തിൽ ദൈവം തമ്പുരാൻ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ മാത്രം പ്രത്യേകമായ വിധത്തിൽ സൃഷ്ടിച്ചു. അവനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ഇതൊക്കെ ആശ്ചര്യമായി ശരിയാണോ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവത്തിന്റെ കൈ എങ്ങനെ ഇരിക്കും, ദൈവത്തിന്റെ കൈ കൊണ്ട് എങ്ങനെയാ ഉണ്ടാക്കിയത്? വേദശാസ്ത്രം ദൈവത്തിന്റെ കൈ എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെയോ, man is created in a unique way compared with all other planets, animals and all other things, other things in the world. Human being is created in a special way, in a unique way. മനുഷ്യജാതി അത് ദൈവം പ്രത്യേകമായ വിധത്തിൽ സൃഷ്ടിച്ചു. പുരുഷനെ സൃഷ്ടിച്ച് അവന്റെ വാരിയലെടുത്ത് അങ്ങനെയാണോ സ്ത്രീയെ സൃഷ്ടിച്ചത്? ചിലര് ശാസ്ത്രീയമായിട്ട് എണ്ണി നോക്കാറുണ്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ നോക്കിയിട്ടുണ്ട്. പുരുഷന്റെ ഒരു വാരിയൽ അവിടെ വെച്ച് അങ്ങ് കുറഞ്ഞു പോയോ? ഏതായാലും വൈദ്യശാസ്ത്രം പറയുന്നത് അങ്ങനെ കുറഞ്ഞൊന്നുമില്ലെന്ന്. അവിടെയും നമുക്ക് വൈദ്യശാസ്ത്രത്തിന്റെ ചോദ്യമല്ല പ്രധാനം. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആണും പെണ്ണും അവനേകനായിരിക്കുന്ന അന്നല്ല എന്ന് കരുതി ഒരുമിച്ച് ചേർത്തത് ദൈവമാണെന്നുള്ള ബോധ്യമാണ്. പള്ളിയിൽ നടക്കുന്ന ഓരോ കൂദാശയിലും പങ്കെടുക്കുന്ന മനുഷ്യർക്ക് അദൃശ്യനായ ദൈവം ഇറങ്ങി വന്ന് ഈ മക്കളെ ഒരുമിപ്പിച്ച് ചേർക്കുന്നുള്ള വിശ്വാസം ഇന്നത്തെ തലമുറയ്ക്കുണ്ടോ? അവിടെയാണ് ക്രിസ്തുവിൽ രണ്ടുപേരും ഒരുമിച്ചാക്കപ്പെടുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള ചിന്തയുണ്ടാകേണ്ടത്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന മാറനൈറ്റ് മിസ്റ്റിക്കൽ പോയറ്റ് ഉണ്ട്. ലെബനോനിൽ ജീവിച്ചിരുന്ന കവിയാണ്. അദ്ദേഹം ഒരു വലിയ വായിച്ചിട്ടുള്ളവരും പഠിച്ചിട്ടുള്ളവരും ഒക്കെ കാണുമായിരിക്കും. അദ്ദേഹത്തിന്റെ കവിതകൾ വളരെ പ്രശസ്തമാണ്. പ്രവാചകനുള്ള കവിതയും മനുഷ്യപുത്രനായ ക്രിസ്തു എന്നുള്ള ഗദ്യ കവിതയും ഒക്കെ വളരെ പ്രശസ്തങ്ങളാണ്. അദ്ദേഹം അങ്ങ് അമേരിക്കയിൽ പോയ ആളാണ്. പക്ഷെ അമേരിക്ക ജീവിക്കാതെ തിരിച്ചു വന്ന ലെബനോനിൽ അവിടെ പ്രകൃതിയെ സ്നേഹിച്ച മനുഷ്യൻ. അവിടെ മാതള നാരകത്തിന്റെ ചുവട്ടിൽ
അദ്ദേഹത്തിന്റെ മൃതശരീരം കുഴിച്ചിട്ട് അവിടെ അടക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു മിസ്റ്റിക്കൽ പോയിന്റാണ്. അദ്ദേഹത്തിന് വേദപുസ്തകത്തിലെ ചില സംഭവങ്ങളെ കുറിച്ച് ഭാവനയിൽ ചില കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ ചില വിവാഹങ്ങൾക്കത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം, ഈ കാനാവിലെ കല്യാണത്തിന് കർത്താവിനെ ക്ഷണിച്ചതാരാ? വേദപുസ്തകത്തിൽ മറുപടിയില്ല. കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിനെ അവിടെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതല്ലാതെ മണവാളന്റെ വീട്ടുകാരെ ക്ഷണിച്ചോ മണവാട്ടിയുടെ വീട്ടുകാരെ ക്ഷണിച്ചോ ഇതൊന്നും വേദപുസ്തകത്തിൽ ഇല്ല. അപ്പോൾ ഈ കവി ഒരു പ്രത്യേക വ്യാഖ്യാനം കൊടുക്കുകയാണ്. കർത്താവിനെ ക്ഷണിച്ചത് മണവാട്ടി നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു. അത് വേദപുസ്തകത്തിലുള്ളതല്ല കേട്ടോ, പക്ഷെ അതിന്റെ അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരമുണ്ട് ആ വ്യാഖ്യാനത്തിന്. ഈ മണവാട്ടി യേശുവിന്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ പോകുമായിരുന്നു. കർത്താവ് ദൈവപുത്രനാണെന്നുള്ള വലിയ വേദശാസ്ത്രമൊന്നും പെൺകുട്ടി മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം, പക്ഷെ ഏതോ അമാനുഷമായ സിദ്ധിയുള്ള ഒരാളായിട്ട് മനസ്സിലായി കാണാം. എന്നിട്ട് അവൾ ഒരു ദിവസം യേശുവിനെ കണ്ടുവച്ച് പറഞ്ഞു, എന്റെ കല്യാണം നടക്കാൻ പോവാണ്, അവിടുന്ന് വരണം. കർത്താവ് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാൻ ഈ നാട്ടിലുള്ള വിവാഹങ്ങൾക്കൊന്നും അങ്ങനെ പോകുന്ന പതിവില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ആ കുട്ടി പിന്നെ നിർബന്ധിച്ചു, അല്ല അങ്ങ് വന്നേ ഒക്കുള്ളൂ. അപ്പോൾ യേശുമ്പുരാൻ ഒരു ചോദ്യം ചോദിച്ചു, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞാൽ നീ അത് സമ്മതിക്കുമോ? അപ്പൊ എന്താണ്? ആ കുട്ടി വളരെ ആശങ്കപ്പെട്ടു, എന്താ ചോദിക്കാൻ പോകുന്നത്? എന്നാലും അവൾക്ക് ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം കൊണ്ട് അവൾ പറഞ്ഞു, എന്തും പറഞ്ഞു ഞാൻ സ്വീകരിച്ചോളാം. ഇനി ഈ വിവാഹത്തിന് നീ സമ്മതിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിച്ചോളാം. എന്താണ് അവിടുന്ന് പറയുന്നോ അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടുകൊള്ളാം. ഉടൻ തന്നെ യേശുമ്പുരാൻ പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് ഈ ഭൂമിയിൽ ഒരു മണവാളനെ ലഭിക്കാൻ പോവുകയാണ്. പക്ഷെ നീ ഒരു കാര്യം സമ്മതിക്കാമോ? നിന്റെ നിത്യ മണവാളൻ ഞാനായിരിക്കണം. നീ സമ്മതിക്കുമോ? അവൾ പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് ഭൂമിയിൽ ഒരു മണവാളനുണ്ട്, എന്റെ നിത്യ മണവാളൻ ഞാനായിരിക്കും. കർത്താവ് പറഞ്ഞു, നിന്റെ വിവാഹത്തിൽ ഞാൻ പങ്കെടുക്കും. ഇത് ഭാവനയിലുള്ളതായിരിക്കാം, പക്ഷെ എന്ത് അർത്ഥവത്താണ്? മണവാളനും മണവാട്ടിക്കും നിത്യമായ മണവറയിലേക്കുള്ള ആശംസകളും അനുഗ്രഹങ്ങളും കൂടിയാണ് നമ്മുടെ വിവാഹത്തിന്റെ കൂദാശയിൽ നൽകപ്പെടുന്നത്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? നശ്വരമായ ഈ മണവറയിൽ, അനശ്വരമായ മണവറയിൽ നിത്യ മണവാളനോടുകൂടെ ജീവിക്കാൻ വേണ്ടിയുള്ള കൂട്ടിച്ചേർപ്പാണ് ഭാര്യാഭർത്തൃ ബന്ധം. ഇതിനെക്കുറിച്ച് ആർക്കാ എത്ര വലിയ ഗൗരവബോധമുള്ളത്? അവിടെയാണ് ക്രിസ്തുവിനോടുള്ള രണ്ടുപേരുടെയും ഒരുമിപ്പുള്ള കൂട്ടിച്ചേർപ്പ്. ക്രിസ്തുവിൽ രണ്ടുപേരും മണവാട്ടിമാരാണ്. ഈ കൗദാശികമായ അർത്ഥം നമ്മുടെ തലമുറ കുറെ കൂടെ ഗൗരവമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറയും, ഇതിന് നല്ല ഉദാഹരണമാണ് കർത്താവിന്റെ തിരുകുടുംബം. തിരുകുടുംബം എന്നുള്ള വാക്ക് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാക്രമങ്ങളിൽ ഇല്ല, കത്തോലിക്ക സഭയുടെ ആരാധനാക്രമങ്ങളിലുണ്ട്. നമ്മൾ സുറിയാനി പാരമ്പര്യം അനുകരിച്ചതുകൊണ്ട് വന്നുപോയിട്ടുള്ള കുറവാണെന്ന് പറയത്തക്കവണ്ണമുള്ള വേദശാസ്ത്ര പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു, തിരുക്കുടുംബം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല. നീതിമാനായ ജോസഫിന്റെ പേരിൽ നമ്മുടെ സഭയിൽ ദേവാലയങ്ങളില്ല. എന്നാൽ ഈയിടെ ഡൽഹിയിലെ തുഗ്ലക്കാബാദിലെ പള്ളി അത് കോൺഗ്രിഗേഷനായി പ്രഖ്യാപിച്ചപ്പോൾ അത് സെന്റ് ജോസഫ് ചർച്ചായിട്ട് അതിനെ പ്രഖ്യാപിച്ചു എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ 2000 വർഷമായി മലങ്കര സഭയിൽ ഒറ്റ പള്ളിയേ ഉള്ളൂ നീതിമാനായ ജോസഫിന്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഏലിയായുടെയും ഏലിശായുടെയും മത്തശ്ശൂനിയുടെയും ഒക്കെ പേരിൽ സഭയിൽ പള്ളികൾ ഉണ്ടെങ്കിലും ജോസഫിന്റെ പേരിൽ, നീതിമാനായ ജോസഫിന്റെ പേരിൽ മലങ്കര സഭയിൽ പള്ളികളില്ല. കത്തോലിക്ക സഭയിൽ കുറെ കഴിഞ്ഞിട്ടാണ് ഉണ്ടായെങ്കിലും അവര് ഒരു മാർപ്പാപ്പ ജോസഫിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ച്, പരിശുദ്ധനായി പ്രഖ്യാപിച്ച്, തിരുക്കുടുംബം യേശു തമ്പുരാനെ വളർത്തിയ പിതാവും മാതാവും ചേർന്ന തിരുക്കുടുംബത്തിന്റെ ആശയം കത്തോലിക്ക സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ വേദശാസ്ത്ര പണ്ഡിതനൊന്നുമല്ല. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എളിയ ബുദ്ധി തോന്നിയ കാര്യം, നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ ഈ ജോസഫിനെ അങ്ങ് മാറ്റി നിർത്തിയത് ഈ വിശ്വാസ സംരക്ഷണത്തിന് വളരെ ഊന്നൽ കൊടുക്കുന്ന ഒരു പാരമ്പര്യം പൗരസ്ത്യ സഭകൾക്കുണ്ട്.
വിശ്വാസത്തിന് കോട്ടം തട്ടരുത്. അപ്പൊ ഈ കന്യകമറിയാമിനെയും ജോസഫിനെയും കൂടെ ഒരുമിച്ചൊന്ന് ചേർത്ത് വെച്ചാൽ ചില കുബുദ്ധികളും വേദവിപരീതങ്ങളും പറയും. മറിയാം യേശുവിനെ പ്രസവിച്ചതിന് ശേഷം ജോസഫുമായി കുടുംബജീവിതം നയിച്ചു എന്ന് പറയുന്ന വേദവിപരീതികൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ട്. ഇങ്ങനെ ആരും ചിന്തിക്കുക പോലും ചെയ്യരുത്. കന്യകമറിയാം നിത്യ കന്യകയാണ്. ആ നിത്യ കന്യാത്വം ചോദ്യം ചെയ്യപ്പെടരുത്. അതുകൊണ്ട് ചെയ്തതായിരിക്കാം പതുക്കെ ജോസഫിനെ ആ രംഗത്തു നിന്ന് മാറ്റി. എനിക്കറിയാൻ വയ്യ, പരിശുദ്ധ പിതാക്കന്മാരുടെ ഇരിപ്പുണ്ട്, കൂടുതൽ ആ വിഷയങ്ങളൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യട്ടെ. പക്ഷേ വേദപുസ്തകത്തിൽ യേശു തമ്പുരാനെ വളർത്തുവാൻ അപ്പനും അമ്മയും ഒരുമിച്ച് ചേർന്നാണ് വളർത്തിയത്. യേശുക്രിസ്തുവിന്റെ കുടുംബം ദൈവം സൃഷ്ടിച്ച കുടുംബമാണ്. യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് ദൈവത്തിന്റെ മാലാഖയുടെ അരുളപ്പാട് കന്യകമറിയാമിന് കൊടുത്തത്. കന്യകമറിയാം പുരുഷബന്ധം കൂടാതെ ഗർഭം ധരിക്കാൻ ദൈവം നിശ്ചയിച്ച പുണ്യസ്ത്രീ അല്ലേ? അപ്പൊ പിന്നെ ഒരു പുരുഷന്റെ സാന്നിധ്യം അവിടെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് തീരുമാനിച്ചു കുടുംബത്തിലാണ് കുഞ്ഞു പിറക്കേണ്ടത്. അതുകൊണ്ട് യൗസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം യഹൂദ പാരമ്പര്യത്തിൽ ഒരു കുടുംബം ഉണ്ടായതിനു ശേഷമാണ് കന്യകമറിയാമിന് ദൈവത്തിന്റെ മാലാഖയുടെ അരുളപ്പാട് കൊടുത്തത്. കുടുംബത്തിലാ ക്രിസ്തു പിറന്നത്. ആ കുഞ്ഞിനെ വളർത്താൻ അമ്മയും അപ്പനും കൂടാണ് ശ്രമിച്ചത്. കന്യകമറിയാമിന്റെ സ്ഥാനം ജോസഫിന് കൊടുക്കാൻ ഒക്കെയില്ല. പക്ഷേ ജോസഫിന്റെ സ്ഥാനം ഒട്ടും ചെറുതാക്കാൻ ഒക്കെയില്ല. എൽദോ പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയിലെ വായനാഭാഗത്ത് കാണുന്നത് യേശുദമ്പുരാന്റെ ജനനത്തിന് ശേഷമുള്ള എല്ലാ വെളിപാടും ജോസഫിന് മാത്രമാണ് നൽകിയത്. കന്യകമറിയാമിനുള്ള വെളിപാട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിന്നു. ജോസഫിനാണ് പിന്നീടുള്ള വെളിപാട് കൊടുത്തത്. ഈ കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് പോകുന്നു, അങ്ങ് മിസ്രൈമിലേക്ക് ഓടിപ്പോകണം. ജോസഫിനാണ് വെളിപാട് കൊടുത്തത്. പീഡ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ മിസ്രൈമിൽ നിന്ന് തിരിച്ചു വരുവാനായി മെസ്സേജ് കൊടുത്തത് ജോസഫിനാണ് വെളിപാട് കൊടുത്തത്. അതും കഴിഞ്ഞു തിരിച്ച് ബേത്ലഹേമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അരുളപ്പാട് കൊടുത്തു. ഹെറോദേസ് മരിച്ചുപോയെങ്കിലും ദുഷ്ടനായ അർക്കലവോസ് അവിടെ ബേത്ലഹേമിൽ നാടുവായിരുന്നത് കൊണ്ട് അവിടേക്ക് പോകേണ്ട, ഗലീലയിലെ നസ്രയത്തിലേക്ക് പോകുവാൻ പറഞ്ഞു. അവിടെയും ജോസഫിനാ വെളിപാട് കൊടുത്തത്. ഓർക്കുക, രണ്ടുപേരും ഒരുപോലെ യേശുക്രിസ്തുവിനെ വളർത്തുവാൻ ഒരുപോലെ ശ്രമിച്ചവരാണ്. അതായത് 1-ാമത്തെ വാക്യത്തിൽ യേശുബായി സക്കറിയയെ കുറിച്ച് പറയുമ്പോഴും അവരിരുവരും ഒരുപോലെ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ കൽപ്പനകളെ പാലിക്കുവാൻ തയ്യാറുള്ളവരുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന ആദ്യത്തെ ആശയം, ഈ രണ്ടുപേരും ഒരുപോലെ ക്രിസ്തുവിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു പുതിയ ആത്മീയത. അതുവരെയുള്ള ആത്മീയത അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിവാഹത്തിൽ ഒരു പുതിയ ആത്മീയതയുടെ തുടക്കമുണ്ട്. അത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആൺപിള്ളേർക്ക് പല പെൺപിള്ളേരെ ചിലപ്പോൾ മനസ്സിൽ തോന്നി കാണും, അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ. പക്ഷെ കിട്ടിയില്ലായിരിക്കും, ഒന്നിനെ കിട്ടത്തുള്ളല്ലോ. പെൺകുട്ടികൾക്കും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആ ചെറുക്കനാ നല്ലത്, വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ നിറം പോരാ, അല്ലെങ്കിൽ അത് മതിയായിരുന്നു. ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷന്റെ രംഗമുണ്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും എല്ലാം ഉണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ കൺഫ്യൂഷൻ അവസാനിപ്പിക്കണം. എനിക്ക് കൂട്ടിച്ചേർത്തത് ഈ പങ്കാളിയാണ്, ഈ ക്രിസ്തു എനിക്ക് തന്ന ഈ പങ്കാളിയാണ്. ഈ പങ്കാളിയെ കുറിച്ചല്ലാതെ എന്റെ മനസ്സിൽ ആരെ കുറിച്ച് പോലും ചിന്തിക്കാനിട വരരുത്, ആലോചിക്കാനിട വരരുത്. പുതുക്കമാണ്, കൺവേർഷനാണ്, ക്രിസ്തുവാണ് ഞങ്ങളെ ഒരുമിപ്പിച്ച് ചേർത്തത്. ഇതുപോലെയുള്ള ആത്മബന്ധം അത് ക്രിസ്തുവിലുള്ള കൂട്ടായ്മയുടെ കൂടിച്ചേർക്കലിന്റെ അനുഭവമാണ്. അത് ഗൗരവമായി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. പോട്ടെ, ഞാൻ ആ ഭാഗം വിടുകയാണ്. എനിക്ക് 1-2 കാര്യം കൂടെ പറയാനുണ്ട്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ക്രിസ്തുവിൽ ഒരു കൺവേർഷൻ എന്ന് പറഞ്ഞല്ലോ. മണവാട്ടിയാണ്, മണവാളനും മണവാട്ടിയും ക്രിസ്തുവിന്റെ മണവാട്ടികളായിരുന്ന ആത്മീയ അനുഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് കഴിയുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഗലാത്യലേഖനം 2-ാമത്തെ വാക്യത്തിൽ ക്രിസ്താനുഭവത്തിന്റെ നല്ല ഒരു ചിത്രം കിടപ്പുണ്ട്. അത് ഭാര്യാഭർത്താക്കന്മാർക്കുണ്ടാകണം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ന്യായപ്രമാണ സംബന്ധമായി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ
ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്താനുഭവം വന്നു കഴിയുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ വരുന്ന രൂപാന്തരം എന്താണെന്നറിയാമോ? എന്നിലെ ഞാനില്ലാതെയാകും, അവിടെ ക്രിസ്തു ജീവിക്കും. കുടുംബ ബന്ധങ്ങൾ ശക്തമാകണമെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഞാനില്ലാതെയാകണം. ഇനി ഞാനല്ല എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം. എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്. ഇത് ഭാര്യയ്ക്കും ഉണ്ടാകണം, ഭർത്താവിനും ഉണ്ടാകണം, രണ്ടുപേർക്കും ഉണ്ടാകണം. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം വളർന്നപ്പോൾ വന്ന ഒരു മാറ്റം എന്താണെന്നറിയാമോ? ഞാനങ്ങ് ശക്തമായി. അഹന്ത. നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, ഞാൻ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്, പാശ്ചാത്യ മനഃശാസ്ത്രം, അല്പം കൗൺസിലിംഗും സൈക്കോ തെറാപ്പിയും ഫാമിലി തെറാപ്പിയും ഒക്കെ അല്പമൊക്കെ പഠിച്ചു. പക്ഷേ നമ്പർ 1 ശത്രു അതൊന്നുമല്ല, എന്നിലെ ഞാൻ. ഇതിപ്പോഴത്തെ പിള്ളേരിൽ കൊച്ചിലേ മുതൽ ശക്തമാണ്. ഈ അഹന്തയാണ് ഇന്നത്തെ കുടുംബ ജീവിതങ്ങളെ തകർക്കുന്നത്. ക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ അഹന്ത വരികയില്ലായിരുന്നു. അവിടെ വരുന്ന മാറ്റം എന്താണ്? ഇനി എന്നിൽ വസിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവാണ്. ആലോചിച്ച് നോക്കി, ഇവിടെ ഇരിക്കുന്നവരെ ചിന്തിച്ചേ, നമുക്ക് ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ പ്രയാസമുള്ള ഭാവം എന്താണ്? ഞാൻ പറയും, എന്നിലെ ഞാൻ തന്നെ. ഏറ്റവും പ്രയാസം. ഇപ്പോ സ്ത്രീ പീഡനവും കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്ന കഥകളും ഒക്കെ പത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിഞ്ഞാൽ അത് ഇല്ലാതാവുമെന്നാ തോന്നുന്നത്. പ്രായം കഴിയുമ്പോഴെങ്കിലും അത് കുറയുമെന്നാ എന്റെ വിചാരം. അറിയാൻ വയ്യ, അങ്ങനെയാ തോന്നുന്നത്. പക്ഷേ മരണക്കിടക്കേ കിടന്നാലും ഉണ്ടല്ലോ, പോകാത്തൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ഞാൻ. ചില പ്രായമുള്ള മനുഷ്യര് അവര് കാണിക്കുന്ന ചില വേലകൾ, അവിടെയും അവർ എത്ര അവശതയിലാണെങ്കിൽ പോലും അവരുടെ ഞാൻ ശക്തമായിട്ട്, നാമുണ്ടെങ്കിൽ എനിക്ക് നിന്റെ ഒന്നും വേണ്ട എന്ന് പറയുന്ന വാർദ്ധക്യത്തിലുള്ള മനുഷ്യരുണ്ട്. അവർക്ക് ബാക്കിയെല്ലാം നശിച്ചു, പക്ഷെ ഞാൻ നശിച്ചിട്ടില്ല. ഇന്നത്തെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ച രണ്ടുപേരിലും ഞാൻ വളരെ ശക്തമാണ്. പോരാങ്കിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അങ്ങനെയാണല്ലോ. നമ്മൾ മലയാളമൊക്കെ മാറി ഇപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങി. ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ ഭാഷയുടെ മാറ്റവും മനുഷ്യരുടെ വിചാരവികാരങ്ങളെ ബാധിക്കുമെന്ന്. ഞാനെന്ന് പറഞ്ഞാൽ വലിയ ശക്തിയില്ല മലയാളത്തിലെ ഞാൻ. നേരെ മറിച്ച് ഇംഗ്ലീഷിൽ ഐ എന്ന് പറഞ്ഞാലോ ശക്തമാണ്. കൊച്ചു പിള്ളേർ പറഞ്ഞത് കേട്ടില്ല, ഐ ആം നോട്ട് കമ്മിങ്, ഐ ഡോണ്ട് ലൈക്ക്. ഓ, അയ്യോടെ ശക്തി. അപ്പൊ ഈ മലയാളം മാറി ഇംഗ്ലീഷ് ഭാഷയും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര ശക്തിയായി ഐക്ക്. ഒരു വലിയ പറ്റും പറഞ്ഞ എന്റെ അച്ഛ, കൊച്ചുമോൻ ഭയങ്കര മിടുക്കനാ. ഞാൻ ചോദിച്ചു, എങ്ങനെയാവും കൊച്ചുമോൻ മിടുക്കനാണെന്ന് അറിഞ്ഞത്? അവനെ ഞങ്ങള് അപ്പൊ കൊച്ചുമോനെ വളർത്തുക, വല്യപ്പച്ചനും വല്യപ്പച്ചും കൂടെ. മക്കള് അപ്പനും അമ്മയും വിദേശത്താണ്. ഇപ്പൊ കൊച്ചിന് LKG UKG പഠിക്കുക. അപ്പൊ ഒരു കല്യാണത്തിന് പോകുന്ന ദിവസം വന്നപ്പോഴേ ഈ വല്യപ്പച്ചനും വല്യമ്മച്ചും കൂടെ കൊച്ചുമോനെ വിളിച്ചു, മോനെ നീ ഇവിടെ കല്യാണത്തിന് വരണം, അപ്പൊ നമുക്ക് പോകാം. ഈ കൊച്ചുമോൻ പറയാ, ഐ ആം നോട്ട് കമ്മിങ്. ഇംഗ്ലീഷിലാ പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കുകയല്ലേ, ഇംഗ്ലീഷിൽ പറയണ്ടായോ? വല്യപ്പച്ചന് ഇംഗ്ലീഷൊക്കെ മനസ്സിലാവും, ഇംഗ്ലീഷ് തിരിച്ചു പറയാൻ അറിയാൻ വയ്യ. അതുകൊണ്ട് എന്നാലും അവൾ ചോദിച്ചു, മോനെന്താ വരാത്തത്? ഉടനെ കൊച്ചിന്റെ LKG UKG പഠിക്കുന്ന കൊച്ചിന്റെ അടുത്ത മറുപടി, the people who came to invite for the marriage, they invited you only, not me. അറിഞ്ഞ മനസ്സിലാക്കാണല്ലോ, എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാമല്ലോ. കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നവർ നിങ്ങളെയാ വിളിച്ചത്, നിങ്ങൾ പോയിക്കോ, എന്നെ വിളിച്ചില്ലല്ലോ. എവിടാ LKG പഠിക്കുന്ന കൊച്ചൻ? ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ ബാല്യകാലം, ആരെങ്കിലും വീട്ടിൽ വന്ന് വിളിച്ചാൽ മതി. അയ്യോ, വന്ന് പറഞ്ഞാ മതി. കല്യാണത്തിന് പോകാൻ ഇങ്ങനെ നോക്കിയിരിക്കുക. 6 പിള്ളേരാ വീട്ടിലുള്ളത്, ടേൺ വെച്ചാ വിടുന്നത്. എടാ, 6 കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാടാ, ആൾക്കാരെന്തോ പറയും. അതുകൊണ്ട് ഈ രണ്ട് വെച്ച് പോകുന്നു പറയും. അങ്ങനെ ഈ 2 വെച്ചാ പോയിട്ടുള്ളതാണ്. നമുക്ക് ഈ അയ്യൊന്നും ശക്തമല്ല. കല്യാണത്തിന് എണീറ്റൊന്ന് പോവുക, ആരെന്തോ വിചാരിക്കുന്നു, നമുക്കതിനെ കുറിച്ച് ബോധ്യവുമില്ല. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരല്ല. അവൻ വലിയവരോട് പറയാ, ഞാൻ വരുന്നില്ല, എന്നെ ക്ഷണിച്ചില്ല. ഈ ഐ ഇങ്ങനെ വളർന്ന്
നമ്മുടെ പള്ളിക്കൂടങ്ങളിലും സൺഡേ സ്കൂളിലും നമ്മൾ അവാർഡ് കൊടുത്തു, മെറിറ്റ് കൊടുത്തു, സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇതെല്ലാം കൊടുത്തു പിള്ളേരെ വളർത്തി, പിള്ളേരുടെ ഉള്ളിൽ ബലൂൺ പോലെ അങ്ങ് വീർത്തു ആയി. അതുകൊണ്ട് സമ്മാനങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് ഞാൻ പറയല്ല. പക്ഷെ ഈ സമ്മാനങ്ങൾക്ക് എല്ലാം ഒരു മറുവശം ഉണ്ടെന്നോട് ഓർത്തുകൊള്ളുക. മനുഷ്യരുടെ ആയി അങ്ങ് വളരുക, അത് വളരെ ശക്തമാണ്. അത് വലിയ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നത്, ഞാനൊരു ഒരു അല്പം ട്രാക്ക് വിട്ട് പറയല്ലെങ്കിലും സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പാപം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അഹന്തയുള്ള ഒരു കമ്മ്യൂണിറ്റി ഇതുപോലെ ലോകത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ എളിയ അറിവ് വെച്ചുകൊണ്ട് പറയാം, അഹന്തയാണ് നമ്മുടെ ശത്രു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വഴക്കുകൾ എന്തുകൊണ്ട് അവസാനിക്കുന്നതെന്ന് ചോദിച്ചാൽ സഭാചരിത്ര മറുപടികളൊക്കെ കാണുമായിരിക്കും. കാതോലിക്കലിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം കാണും. ഞാൻ പറയും, നമ്പർ 1 ശത്രു അഹന്തയാണ്. അഹന്തയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ 5-6 വർഷക്കാലം ഇന്ത്യയിലെ വേറെ മെത്തഡിസ്റ്റുകാര്, ബാപ്റ്റിസ്റ്റുകാര്, CSIക്കാര്, പെന്റക്കോസ്റ്റൽസ് ഇവരുമായിട്ടൊക്കെ ചേർന്ന് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സുറിയാനി ക്രിസ്ത്യാനികളുടെ അഹന്ത അവർക്കാർക്കില്ല. അവർക്ക് ഒത്തിരി കുറവുകളൊക്കെ കാണും. അഹന്തയുള്ള കമ്മ്യൂണിറ്റി അത് എവിടെയാ? ബ്രാഹ്മണ മേധാവിത്വം മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ അഹന്ത മനസ്സിൽ കിടക്കുന്നിടത്തുള്ള കാലം നമുക്ക് എഴുച്ച ഉണ്ടാവുകയില്ല. എഴുച്ച സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം. ആത്മീയമായ വളർച്ച. പ്രൈഡ് ഈസ് ഈവിൾ, പ്രൈഡ് ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. സെന്റ് ഓഗസ്റ്റിന്റെ കൊട്ടേഷൻ ഉദ്ധരണിയാണ്. അഹന്തയാണ് എല്ലാ തിന്മകളുടെയും ഉറവിടം. ഇത് വലിയ ശക്തമാണ്. എന്നും ശക്തമാണ്. ഞാൻ വളരെ ശ്രമിക്കുന്നുണ്ടാവുന്ന ഇല്ലാതെയാക്കാൻ. അടുത്ത സമയത്ത് ഒരു മീറ്റിങ്ങിന് പോയി. മാർത്തോമാ സഭയിലെ ഒരു ബിഷപ്പും ഉണ്ട്. ഒരു എക്യുമെനിക്കൽ മീറ്റിംഗ് ആണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നോട്ടീസ് ആയി കിട്ടിയത്. നോട്ടീസ് എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സങ്ങ് ആകപ്പാടെ വിഷ്ണനായി പോയി. കാരണം നോട്ടീസിനകത്ത് ആശംസാ പ്രസംഗം എന്റെയും വെച്ചിട്ടുണ്ട്. അവിടെ പേര് വെച്ചിരിക്കുകയാണ് ഫാദർ O. തോമസ്. ഒന്നുമില്ല, ഒരു ഡോക്ടറെങ്കിലും വെക്കാൻ. ഞാൻ കഷ്ടപ്പെട്ടൊരു ഡോക്ടറേറ്റ് എടുത്തു. എന്നാൽ ഈ സംഘാടകർക്ക് ഒരു ഡോക്ടറെങ്കിലും ഒന്ന് വെക്കാൻ വെച്ചിട്ടില്ല. ഞാനിപ്പോ ഓർത്തഡോക്സ് സെമിനാരിയുടെ പ്രിൻസിപ്പലാ. എന്നാ പ്രിൻസിപ്പൽ ഓർത്തഡോക്സ് സെമിനാരി എന്ന് വെക്കാം, അതും വെച്ചിട്ടില്ല. ഒന്ന് പ്രസംഗിക്കാൻ തുടങ്ങാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. വെറും ഫാദർ O. തോമസ്. മനസ്സിലാക്കി നിന്റെ അഹന്ത എന്ത് മാത്രമുണ്ടെന്ന്. ഇവിടെയാണ് നിങ്ങൾ ഞാനും പരിശോധിക്കേണ്ടത്. ഇതാണ് കുടുംബജീവികളെ നശിപ്പിക്കുന്ന നമ്പർ 1 ശത്രു. വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് കിട്ടി, ജോലി കിട്ടി, നല്ല നിലവാരമുണ്ടായി, ഭാര്യയ്ക്കും ഭർത്താവിനും അഹന്ത അങ്ങോട്ടുണ്ടായി. അഹന്തയുടെ ഏറ്റുമുട്ടൽ. ഇതാണ് കുടുംബങ്ങളുടെ നമ്പർ 1 ശത്രു. ഓർത്തു നോക്കണം, മനസ്സിലാക്കണം. മുമ്പ് കാലത്ത് നമ്മുടെ പൂർവികർക്ക് ഇതിനൊരു മറുപടി ഉണ്ടായിരുന്നത് അറിയാമോ? പുരുഷൻ ഇച്ചിരി അഹന്ത അങ്ങ് എടുത്തോട്ടെ, സ്ത്രീ അങ്ങ് താന്നു കൊടുക്കുക. ശരിയാ, പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഈ പുരുഷൻ ഭയങ്കരമായ അഹന്തയായിരുന്നല്ലോ. പുരുഷനെ അടക്കി ഭരിക്കുകയായിരുന്നു. അന്നത്തെ പാവ സ്ത്രീകള് അതങ്ങ് സഹിച്ചു. പക്ഷെ ആ സ്ത്രീകൾ ഭക്തയായ സ്ത്രീകളാണ്. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്റെ ദൈവമേ, ഇലിയാൻ ഇച്ചിരി അഹന്ത കൂടുതല, നീ ഒന്ന് പിടിച്ചോണേ. അവർ പ്രാർത്ഥിക്കും. അവർ നേരിട്ട് ഉടക്കാനൊന്നും പോകത്തില്ല. പക്ഷേ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. പ്രോവർബ്സിൽ പറഞ്ഞിരിക്കുന്ന, സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആപ്തവാക്യം 101% ശരിയാണ്. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫോൾ. വീഴ്ചയ്ക്ക് മുമ്പേ അഹന്ത നടക്കും. സത്യമാണ്. ആരാണെങ്കിലും, ഞാൻ ഉൾപ്പെടെ ആരാണെങ്കിലും അഹന്തയുണ്ടോ വീഴാതിരുന്നിട്ടില്ല. വീഴും, എവിടെയെങ്കിലും വീഴും. കുറെ നാളൊക്കെ പിടിച്ചു നിൽക്കും, വീഴാതിരിക്കുകയില്ല. അത് അലംഘനീയമായ ദൈവപ്രമാണം. വീഴ്ചയ്ക്ക് മുമ്പേ അഹന്ത നടക്കുന്നുള്ളൂ. അപ്പോഴേ ഈ പാവം സ്ത്രീകളുടെ നിലവിളി ദൈവം കേൾക്കും. ഈ ഭർത്താവ് എവിടെയെങ്കിലും പോയി വീഴും. ചിലപ്പോൾ സൈക്കിളിൽ നിന്നിട്ട് വീഴും. ഇല്ല, തെങ്ങിന് തടവെടുത്തോണ്ടിരിക്കുമ്പോഴേ അവിടെ കാല് തന്നെ വീഴും. കാലുളുക്കും. കാലുളുക്കിയിട്ട് കാലുളുക്കി വന്ന് കസേരയെ കട്ടിലേ വന്ന് കിടക്കും. അന്നേരവും സ്ത്രീകൾ തള്ളിക്കളയത്തൊന്നുമില്ല. ഇപ്പോഴത്തെ സ്ത്രീകളാണ് അവിടെ കിടക്കട്ടെ, എന്നെ കൊണ്ട് സമയമില്ല, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് 100 കൂട്ടം കാര്യമുണ്ട്, തിരിഞ്ഞു നോക്കത്തില്ല ഇപ്പോഴത്തെ സ്ത്രീകളാണ്. ഈ എവിടെ ഇരിക്കുന്നതല്ല കേട്ടോ, വേറെ പലയിടത്തൊക്കെ. ഏതായാലും ഉള്ള അന്നത്തെ സ്ത്രീകള് ആ പാവത്തുങ്ങൾ പോയി എല്ലാ വീട്ടിലും ഒരു കൊടിമരം കാണും. ഈ കൊടിമരം എന്ന് പറഞ്ഞാൽ നമ്മള് കൊടി ഉയർത്തുന്ന അതല്ല, ഈ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ ഒരു ചെടി ഇല്ലാത്ത വീട് അന്നില്ലായിരുന്നു. അതിന്റെ തണ്ട് എടുത്തോണ്ട് വന്ന് അതൊന്ന് ചതച്ച്
വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈരഴയും തോർത്തു കൊണ്ടുവന്ന് അത് മുക്കി അങ്ങോട്ട് ചൂട് പിടിപ്പിച്ചു കൊടുക്കും. ഈ പിടിപ്പിച്ചു കൊടുക്കുമ്പോഴേ ഈ ഭാര്യ ഒരു വാക്ക് പറയും, കണക്കായി പോയി, നിങ്ങൾക്ക് ഇത് തന്നെ വേണമായിരുന്നു. മധുരമായ പകരം വീട്ടിലായിരുന്നു. അന്നത്തെ സ്ത്രീകള് ക്ഷമയോടുകൂടെ കാത്തിരിക്കും, ദൈവം പ്രവർത്തിക്കട്ടെ, നമുക്കിപ്പോ തൽക്കാലം ഒന്നും ചെയ്യണ്ട. പക്ഷേ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു, വിമൻസ് എംപവർമെന്റ് ഉണ്ടായി, സ്ത്രീ ശാക്തീകരണം ഉണ്ടായി, സെക്കുലർ ലോകം പഠിപ്പിച്ചു. സ്ത്രീകൾ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ത്രീകൾ ഒട്ടും വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു കാലത്ത് അത് ന്യായമായെന്ന് ഞാൻ പറയുന്നില്ല, ആരും വിചാരിക്കരുത് ഞാൻ സ്ത്രീ വിദ്വേഷിച്ചാണെന്ന് ചിത്രീകരിക്കരുത്, പുരുഷ മേധാവിത്വത്തെ അനുകൂലിച്ചു എന്നും വിചാരിക്കരുത്. പക്ഷെ ആ പുരുഷ മേധാവിത്വമുള്ള ആ സമൂഹത്തിൽ കുറെയെങ്കിലും ശാന്തി നിലനിന്നത് ഈ സ്ത്രീകൾ താഴ്മ വഹിച്ചിരുന്നു. അതിലേക്ക് തിരിച്ചു പോകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് സെക്കുലർ ലോകം ഉണ്ടാക്കിയ മറുപടി കുടുംബജീവിതത്തിൽ നല്ലതാകുന്നു തോന്നില്ല. സെക്കുലർ ലോകം പറഞ്ഞെന്നറിയാമോ? പുരുഷന്റെ അഹന്ത സ്ത്രീയും കൂടെ പങ്കിട്ടുള്ളൂ. അപ്പൊ സ്ത്രീക്കും അഹന്ത വന്നു കഴിയുമ്പോൾ കുടുംബജീവിതം സമാധാനമാകുമോ? അതാണ് ഇന്നത്തെ ലോകത്തിന്റെ മറുപടി. പുരുഷന്റെ അഹന്ത സ്ത്രീക്കൂടായിക്കൊള്ളട്ടെ, പുരുഷനെ പോലെ ജോലി ചെയ്യുന്നു, പുരുഷനെ പോലെ വിദ്യാഭ്യാസമുണ്ട്, പുരുഷനേക്കാളും ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീകളുണ്ട്, അതുകൊണ്ട് അഹന്ത സ്ത്രീക്കും അനുവദിച്ചു തന്നു. പക്ഷേ ഈ അഹന്തകൾ കൊണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടായോ? ഉണ്ടായില്ല. ഇപ്പൊ അഹന്തകളുടെ ഏറ്റുമുട്ടലാണ്. ഭാര്യയും ഭർത്താവോട് മുമ്പിലിരുന്ന് സംസാരിക്കാൻ വന്നിരിക്കുമ്പോൾ ഭാര്യ തെക്കോട്ടും ഭർത്താവ് വടക്കോട്ടും നോക്കിയിരിക്കുന്നു. ചോദിച്ചു, എത്ര നാളായി സംസാരിച്ചിട്ട്? 2-3 ആഴ്ചയായി. ഓ, 2-3 ആഴ്ചയായിട്ട് മിണ്ടാതിരിക്കുകയാണോ? ആ, മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഒരാളങ്ങ് മിണ്ടരുതാഞ്ഞോ? ഭർത്താവ് മറുപടി പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ പ്രാവശ്യം വഴക്കിട്ടപ്പോ ഞാനാ മിണ്ടിയത്. അപ്പൊ അവളല്ലയോ മിണ്ടേണ്ടത്? ഞാനല്ലേ? ഞാൻ അവളോട് ചോദിച്ചു, എടി കുഞ്ഞാ, നീ അങ്ങ് മിണ്ടരുതാഞ്ഞോ? അവൻ കഴിഞ്ഞ പ്രാവശ്യത്തിനോട് മിണ്ടിയില്ലേ ഇങ്ങോട്ട്, അങ്ങ് തിരിച്ചങ്ങോട്ടും മിണ്ടിക്കൂടരാഞ്ഞോ? അപ്പൊ അവള് മറുപടി പറയാ, അച്ഛൻ കഥ മുഴുവനും കേട്ടില്ലല്ലോ, കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ 3 പ്രാവശ്യം വഴക്കിട്ടു, 2 പ്രാവശ്യം ഞാൻ അങ്ങോട്ട് മിണ്ടി, ഇയാൾ 1 മിണ്ടിയുള്ളൂ. ആരുടെ ആ കടം? ഇവിടെ ഇതിന്റെ പുറകിലുള്ള എന്താണെന്നറിയാമോ? അഹന്ത. അവിടെയാണ് പൗലോസ്ലീഹ ക്രിസ്തുവിലാകുമ്പോൾ നമുക്ക് വരുന്ന മാറ്റം എന്നറിയാമോ? ഐ നോ ലോnger live in me, Christ lives in me. എന്നിൽ ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഈ രൂപാന്തരം ഉണ്ടാകണം. അവിടെ താഴ്മയുണ്ടാവും, അവിടെ ക്ഷമയുണ്ടാവും. ഇത് 2 പേർക്കും ഉണ്ടാകണം. അതുകൊണ്ട് പഴയ ഇക്വേഷൻ തെറ്റിപ്പോയി. പുരുഷന് അഹന്തയാകാം, സ്ത്രീക്ക് താഴ്മയാകാം. ഇപ്പോഴത്തെ ഇക്വേഷൻ തെറ്റിപ്പോയി, 2 പേർക്കും അഹന്തയാകാം. ക്രിസ്തീയ മറുപടി അതല്ല, 2 പേരും താഴ്മയുള്ളവരാണ്. അവിടെ ക്രിസ്തു ഉണ്ടാകണം, ഉള്ളിൽ ക്രിസ്തു വസിക്കണം, അവിടെ അഹന്തയെ നശിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കുടുംബജീവിതം എത്ര സന്തോഷമായിരിക്കും എന്നറിയാമോ? പറുദീസയായിരിക്കും. 2 പേരും താഴ്മയുള്ളവരായി തീരുവാൻ സാധിക്കുന്നു എങ്കിൽ അവിടെ പറുദീസ ഉണ്ടാകും. അതാണ് കുടുംബജീവിതത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമാകുമ്പോൾ കുടുംബജീവിതത്തിന് വരുന്ന മാറ്റം. ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. എനിക്ക് തോന്നുന്നു ഇതുണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, വളരെ വളരെ ഒട്ടും വിട്ടുകൊടുക്കാതെയുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ പോരാട്ടം ശകലവും വിട്ടുകൊടുക്കുക. പോരാങ്കിൽ കൊച്ചിലെ മുതലേ നമുക്കിന്ന് കിട്ടിയ വിദ്യാഭ്യാസവും അങ്ങനെയാണ്. എന്താ വിദ്യാഭ്യാസം കൂടെ പറഞ്ഞിരിക്കുന്നത്? നീ ഒരിക്കലും തോറ്റു കൊടുക്കരുത്, നീ എപ്പോഴും റാങ്ക് വാങ്ങിച്ചോ, നീ മറ്റുള്ളവരെ തോപ്പിക്കണം. സെക്കുലർ ലോകത്തിൽ മറ്റുള്ളവരെ തോപ്പിക്കുമ്പോഴാണ് നാം ജയിക്കുന്നത്. ശരിയാ, നമുക്ക് റാങ്ക് കിട്ടണമെങ്കിൽ ബാക്കിയുള്ളവരെ തോപ്പിക്കണം, നമുക്ക് ജോലി കിട്ടണമെങ്കിൽ മറ്റുള്ളവരെ തോപ്പിക്കണം, ഇയാൾക്ക് IAS കിട്ടണമെങ്കിൽ ബാക്കി IAS അപ്ലൈ ചെയ്തവരെ കുറേയേറെ പേരെ തോപ്പിക്കണം, നിനക്ക് കമ്പനി ജോലി കിട്ടണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന ബാക്കിയുള്ളവരെ തോപ്പിക്കണം. സെക്കുലർ ലോകത്തിൽ വിജയം എന്ന് പറയുന്നത് തോൽപ്പിക്കുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത്. കുടുംബജീവിതത്തിൽ വരുമ്പോഴോ ഈ ഇക്വേഷൻ അങ്ങ് മാറണം. അവിടെ തോറ്റു കൊടുക്കണം. ഭാര്യയും ഭർത്താവും തോറ്റു കൊടുക്കണം. എങ്ങനെ തോക്കണം? ക്രിസ്തുവിലാകണം.
ആ ക്രിസ്തുവിലാകുമ്പോൾ തോച്ചു കൊടുക്കുക എന്നുള്ള പ്രോസസ് വലിയ ഗൗരവമൊന്നും ആകയില്ല. നൈസർഗികമായിട്ട് താഴ്മ അങ്ങ് വരും. പിണങ്ങിക്കഴിഞ്ഞാൽ ഭാര്യ ചിന്തിക്കും, എന്റെ ഭർത്താവല്ലേ, അയാളോട് ഞാൻ എന്തിനാ വാശി പിടിക്കുന്നത്? ഭർത്താവ് ചിന്തിക്കും, എനിക്ക് ദൈവം കൂട്ടിച്ചേർത്ത് തന്ന ഭാര്യയല്ലേ, അവളോട് ഞാൻ എന്തിനാ വാശി പിടിക്കുന്നത്? ഈ താഴ്മ രണ്ടുപേരും പ്രാപിച്ചു കഴിയുമ്പോൾ ആ കുടുംബം സന്തുഷ്ടമായി. അവരുടെ കുഞ്ഞുങ്ങൾ നല്ല മാതൃകയിൽ വളരുവാനിടയാണ്. അപ്പോൾ യേശുക്രിസ്തുവിലാകുമ്പോൾ വരുന്ന ആയ മാറ്റം. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു, കുടുംബജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അല്പമൊക്കെ എഴുതിയിട്ടുള്ളതുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു പ്രസംഗത്തിൽ എല്ലാം തീർക്കാൻ ഒക്കെയില്ല. കൊച്ചു കൊച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു. ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിലാണ് നാം വിശുദ്ധ ഏവങ്കേലിയോൻ വിശുദ്ധ വിവാഹ കൂദാശയ്ക്ക് വായിക്കുന്നത്. ആ വിവാഹ കൂദാശയ്ക്ക് വായിക്കുമ്പോഴേ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, വരൻ ലഭിച്ചവൻ അല്ലാതെ ആരും ഇതിന് യോഗ്യരല്ല. അപ്പോൾ ഇതൊരു വരമാണ്. എന്ത് വരം? ആ എന്ത് വരം എന്നുള്ളത് ഞാൻ അതിന് മറുപടി കൊടുക്കുന്നത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലൊരു മറുപടിയാണ്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനോടുകൂടെ അവന് വേണ്ടി കഷ്ടപ്പെടുവാനും വരം നൽകിയിരിക്കുന്നു. കുടുംബജീവിതത്തിൽ നമുക്ക് തരുന്ന വരം ത്യാഗത്തിന്റെ, കഷ്ടപ്പാടിന്റെ വരമാണ്. അതാണ് നമ്മുടെ ശ്രീബ വാഴ്ത്തി മാലയിൽ കുരിശ് നമുക്ക് വാഴ്ത്തി തരുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഈ കുരിശൊക്കെ ആലങ്കാരികമാണ്, അല്ലേ? ത്യാഗം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക ധൂർത്ത ക്രിസ്തീയ വിശ്വാസികൾക്ക് അലങ്കാരമായി മാറിയിരിക്കുകയാണ്. എന്തൊരു പാപമാണെന്നറിയാമോ? വിവാഹ കൂദാശകൾ കുടുംബങ്ങൾ തകരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പണമുണ്ടായപ്പോൾ ധൂർത്ത് അങ്ങോട്ട് വർദ്ധിച്ചു. ധൂർത്ത്, ആഡംബരം, ഇതൊന്നും ഇപ്പോൾ ധൂർത്തൊന്നും ആഡംബരമൊന്നും ആരും പേര് കൊടുക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ പ്രോസ്പെറിറ്റി തിയോളജി ഉണ്ട്. സമൃദ്ധിയുടെ സുവിശേഷം. സമൃദ്ധിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണ്? ഇതെല്ലാം ദൈവം തന്നതാണ്. സമ്പത്തും ലോകത്തിന്റെ പ്രതാപവും ദൈവം തന്നതാണെന്നുള്ള പാശ്ചാത്യ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ പഠിപ്പിക്കലാണ് ഇന്ന് സുറിയാനി ക്രിസ്ത്യാനി സമൂഹത്തെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. ത്യാഗം സഹിക്കുന്നത്, കഷ്ടം സഹിക്കുന്നത്, അവിടെയാണ് ദൈവത്തിന്റെ കൃപയെന്നോ നമ്മുടെ പാരമ്പര്യത്തിലുള്ളതാ. നമ്മുടെ പിതാക്കന്മാര് നോമ്പും ഉപവാസവും ഇതെല്ലാം അനുഷ്ഠിക്കുന്നത് കൂടെ ത്യാഗം, കഷ്ടത ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതിന്റെ നല്ല അനുഭവമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹം നിൽക്കുന്നത് ആഡംബരത്തിലാണ്. എന്തോരം ആഡംബരം! ചില വിവാഹ കുറികൾ നോക്കിയാൽ അറിയാം, തലേണ കവിയനായിട്ട് വെക്കാം. അതുപോലെ ഞാൻ അടിച്ചു പോയിട്ടുണ്ട്. ചില കുറികൾക്ക് 500 രൂപ വില. 500 രൂപ വില ഉള്ള ഒരു കുറി അടിക്കുന്നത് ആഡംബരമല്ലേ? ദൂർത്തല്ലേ? പിന്നെ ഞങ്ങൾക്ക് കോടിക്കണക്കിന് കാശ് വന്നിട്ടുണ്ട്. പിന്നെ എന്തോ ചെയ്യാനായത്? 500-ന്റെ അല്ല 1000-ന്റെ ഉണ്ട് അടിക്കാം. അന്നേരം എന്നെ പോലെ പാവപ്പെട്ടവൻ, ഞാൻ എൻ്റെ മകന്റെ കല്യാണത്തിന് ഒരു കുറി അടിച്ചു. 45 വയസ്സായ ആയുള്ളൂ. കേവലം 45 വയസ്സാണ്. 45 വയസ്സായി ഒരു കുറി അടിച്ചു. ഏതായാലും എന്നോടുകൂടെ ബന്ധപ്പെട്ട ചെറിയാച്ചനുണ്ട്. അദ്ദേഹത്തിന് മകളെ എൻ്റെ മകൻ കല്യാണം കഴിച്ചു. ചെറിയാച്ചൻ വഴക്കൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ അത് അങ്ങനെ നടന്നത്. വേറെ വല്ല കാര്യം പറഞ്ഞു, ഇത് വിളിക്ക് കാണിക്കരുത്, നാണക്കേടാ കേട്ടോ. അച്ഛൻ 45 വയസ്സാണ് കുറി അടിച്ചാണ് ആൾക്കാരെ ക്ഷണിക്കുന്നത്. ഞാൻ വലിയ ത്യാഗമൊന്നും ചെയ്തെന്ന് പറയല്ല, ഞാൻ പാവപ്പെട്ടനായോണ്ട് ചെയ്തതായിരിക്കും. എന്നാലും പണമുണ്ടെങ്കിലും ആഡംബരം ക്രിസ്തുവിൽ സാധിക്കുന്ന കാര്യമാണോ? ക്രിസ്തുവിനെ അറിയുന്നവർക്ക് ആഡംബരത്തിൽ ജീവിക്കാൻ സാധിക്കുമോ? പണമുണ്ടെന്ന് കരുതി കോടാനുകോടി രൂപ മുടക്കി വീടുകൾ പണിയാനും ഇതൊക്കെ ക്രിസ്തുവിലാവുന്നവർക്ക് സാധിക്കുമോ? ഇപ്പോഴത്തെ മാർപ്പാപ്പയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഒത്തിരി കഥകൾ നിങ്ങൾ കേൾക്കുന്നുള്ളൂ. അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി വായിക്കുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ അർജന്റീനയിൽ, ഞാൻ അർജന്റീനയിൽ പോയിട്ടുള്ള, എനിക്ക് ആ സ്ഥലത്തെ കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ ചില ചിത്രങ്ങൾ കിടപ്പുണ്ട്. ഒത്തിരി ചേരികളും അതേസമയം വലിയ കൊട്ടാരങ്ങളുള്ള സ്ഥലവുമാണ്. ഈ അർജന്റീനയിലെ കർദിനാൾ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴേ റോമിൽ നിന്ന് വിളി വന്നു, അടുത്ത ആഴ്ചയിൽ റോമിൽ ചെല്ലണം, കർദിനാളാക്കുകയാണ് ആർച്ച് ബിഷപ്പ് ബെർഗോളിയോ.
ആർച്ച് ബിഷപ്പ് ബെർഗോളിയെ കർദിനാളാക്കാനാണ്. ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോഴേ അദ്ദേഹം കർദിനാളാകാൻ റോമിലേക്ക് പോവുക. അപ്പം കൂടെയുള്ള അച്ഛന്മാര് കർദിനാളാകാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേകം നല്ല വസ്ത്രമൊക്കെ, നല്ല കർദിനാളിന്റെ വേഷമൊക്കെ തയ്പ്പിച്ച് പുതിയ വസ്ത്രം കൊണ്ട് കൊടുത്തു. ആർച്ച് ബിഷപ്പ് ബെർഗോളി എന്തെന്നറിയാമോ? അദ്ദേഹം തന്റെ ബാഗിനകത്തുനിന്ന് കർദിനാളിന് ഇടാൻ വേണ്ടിയുള്ള കുപ്പായം എടുത്ത് പുറത്ത് കാണിച്ചു. മരിച്ചുപോയ കർദിനാളിന്റെ കുപ്പായം ചെറുതാക്കി അദ്ദേഹം തനിക്കിടാൻ വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനന്യനാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെല്ലാം ദൂർത്തുള്ളവരാണെന്ന് ആരും തിരികേണ്ട, ലാളിത്യത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ് നമ്മുടെ പിതാക്കന്മാർ. പക്ഷെ എന്നാലും നമ്മുടെ സമൂഹം ആഡംബരത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹം. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ വസ്ത്രം കൊണ്ടുപോയില്ല. അദ്ദേഹം മരിച്ചുപോയ കർദിനാളിന്റെ കുപ്പായം എടുത്ത് ചെറുതാക്കി താൻ കർദിനാളാവും വിടാൻ വേണ്ടി വെച്ചിരുന്നു. ഈ ലാളിത്യം കുടുംബങ്ങൾ പരിശീലിക്കേണ്ടതാണ്. ആഡംബരവും ധൂർത്തുമാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയെ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളുടെ പ്രധാന കാര്യം നോക്കി അറിയാം, ആരും ഉള്ളതിൽ തൃപ്തരല്ല. അതുകൊണ്ട് ത്യാഗം സഹിക്കുവാൻ നമുക്ക് വരം ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. ക്രിസ്തീയ ജീവിതത്തിന്റെ അവകാശമാണ് ത്യാഗം സഹിക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ത്യാഗം അവകാശമാണ്, കണക്ക് പറയാനുള്ളതല്ല. ഭാര്യ ഭർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചെന്നോ, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കഷ്ടം സഹിച്ചെന്നോ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചെന്നോ. 10 പിള്ളേരെ വളർത്തിയ പഴയ മാതാപിതാക്കൾ പോലും കണക്ക് പറയത്തില്ലായിരുന്നു. ഇപ്പൊ 1ഉം 2ഉം വളർത്തുന്ന മാതാപിതാക്കൾ പിള്ളേരെ നോക്കി പറയാറുണ്ട്, എന്തോരു കഷ്ടപ്പെട്ടെന്ന് അറിയാവൂടാ നിന്നെ വളർത്താനായിട്ട്, നിന്നെ പ്രസവിച്ചു തന്നെ എന്തൊരു പ്രയാസമായിരുന്നു, ഇടവപ്പാതിക്കാണ് എനിക്ക് പ്രസവ വേദന വന്നത്, കാറ് കിട്ടിയില്ല, ഓട്ടോറിക്ഷയിലാടാ പോയത്, അങ്ങനെ കഷ്ടപ്പെട്ടാ നിന്നെ പ്രസവിച്ചത്. അപ്പൊ കഷ്ടപ്പാട് എന്നു മുതലുണ്ടോ അന്നു മുതൽ എടുത്തു പറയുന്ന ഒരു ശീലം നമ്മളിലൊക്കെ വന്നിരിക്കുന്നു. ക്രിസ്ത്യാനിക്ക് കഷ്ടപ്പാട് അവകാശമാണ്. ഇറ്റ്സ് പ്രിവിലേജ്. ക്രോസ് ഈസ് മൈ പ്രിവിലേജ്. ക്രിസ്തീയ കുടുംബങ്ങൾ ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ശീലത്തിലേക്ക് വന്നെങ്കിലേ മതിയാകും. പക്ഷേ നമ്മുടെ ആഡംബരങ്ങൾ അധികമായി പോകുന്നു. നമ്മുടെ വിവാഹ കൂദാശകൾ ആഡംബരത്തിലായി പോകുന്നു. 5 ലക്ഷം രൂപയുടെ പൂക്കൾ കൊണ്ടുവന്ന് അവിടെ ഇവിടെ അലങ്കരിച്ച് ദേവാലയത്തിൽ ബലി അർപ്പിക്കാൻ പ്രത്യേക പൂക്കൾ വേറെ വെക്കാറില്ല. പക്ഷെ ആ ദേവാലയത്തിൽ പണക്കാരനോട് കല്യാണം നടത്തിയോ, ബാംഗ്ലൂരിൽ നിന്ന് ആരോ ഒക്കെ നട്ടുവളർത്തി കുറെ പൂക്കൾ കൊണ്ടുവന്ന് അവിടെ ഇവിടെ എല്ലാം വെക്കും. വിശുദ്ധ ബലിയേക്കാൾ വലുതാണോ ഒരാളുടെ വിവാഹ കൂദാശ നടക്കുന്നത്? എന്ത് ചീപ്പായിട്ടുള്ള അലങ്കാരങ്ങളാണ് ചില പള്ളികൾക്കുള്ളിൽ നടക്കുന്ന കല്യാണം വരുമ്പോൾ. ഇവരുടെ കയ്യിൽ നീങ്ങാതെ കുറെ തുണി വലിച്ചു കെട്ടും, അതിന്റെ മണ്ടയ്ക്ക് ഒരു പൂവും വെക്കും. അതും അലങ്കാരമാണ്. ഈ ആഡംബരം ദൈവം പൊറുക്കാത്ത ധൂർത്തും ആഡംബരവുമാണ് ക്രിസ്തീയ കുടുംബങ്ങളെ നശിപ്പിക്കുന്നത്. അതിനോട് ചേർന്ന് മദ്യപാനം, അതുപോലുള്ള അനേക തിന്മകൾ. ഈ തിന്മകൾക്കെതിരായിട്ട് പോരാടുവാൻ നിങ്ങൾക്കും എനിക്കും ബാധ്യതയുണ്ട്. വിവാഹ കൂദാശകൾ ലാളിത്യത്തോടെ നടക്കുവാൻ ഒരാളിൽ പരിസ്ഥിതിയെ കുറിച്ച് അറിയാവുന്ന 2 പിതാക്കന്മാരുടെ ചില വിചാരിക്കും വലിയ കോടികൾ മുടക്കി വീട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാശ് കൊണ്ടല്ലയോ വീട് വെക്കുന്നത്, നിങ്ങൾക്ക് എന്താ നഷ്ടം? ആ വീട് വെക്കുമ്പോൾ കുറെ ജോലിക്കാർക്ക് ജോലി കിട്ടുന്നില്ലേ? പക്ഷെ പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കണം. എവിടെ നിന്നാണ് കരിങ്കല്ലെടുത്തത്? എവിടെ നിന്നാണ് ചരലെടുത്തത്? എവിടെ നിന്നാണ് വെള്ളമൊഴിച്ചത്? ഈ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നത് മനുഷ്യജാതിയെ നശിപ്പിക്കുകയാണ്. മനുഷ്യജാതിയുടെ ക്രൂരതയാണ്. ഈ ക്രൂരതയെ കുറിച്ച് ഒട്ടും ബോധ്യമില്ലാത്ത ഒരു സഭാ സമൂഹം, ഈ പിതാക്കന്മാരൊക്കെ വല്ലതൊക്കെ ചെയ്യുന്നുണ്ട്, പാവാതിരിമേനിയും അവിടെ ഇവിടെയൊക്കെ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും മറ്റു പല സമൂഹങ്ങളുമായിട്ട് നോക്കുമ്പോൾ പരിസ്ഥിതിയെ നശിപ്പിക്കുന്നത് പാപമാണ്, തിന്മയാണെന്നുള്ള ബോധ്യം കുറവായ ഒരു സമൂഹമാണ് നമ്മുടെ. കാര്യം ആഡംബരത്തിന് നമ്മൾ അത്രമാത്രം പ്രാധാന്യം നൽകി കഴിഞ്ഞു, ധൂർത്തിന് നമ്മൾ അത്രമാത്രം പ്രാധാന്യം നൽകി കഴിഞ്ഞു. കുടുംബങ്ങളെ നശിപ്പിക്കുന്നത് ഈ ആഡംബരവും ധൂർത്തുമാണ്. ഉള്ളതിൽ കൊണ്ട് സംതൃപ്തമായി ജീവിക്കുന്ന വരം ലഭിച്ചിട്ടുള്ളതാണ്. ആ വരം എന്താണ്? ക്രിസ്തീയ കുടുംബത്തിന്റെ പ്രത്യേകത ചോദിച്ചാല്, ഈ സ്വർണ്ണനാവുവാനായ ഈവാനിയൂസ്, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? എന്തുവാ ഈ അവിവാഹിത ജീവിതവും വിവാഹ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം? വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സെലിബേറ്റ് ലൈഫ് ആൻഡ് മാരീഡ് ലൈഫ്?
അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? കല്യാണം കഴിച്ച ആൾ ഭാര്യയുടെ കൂടെ താമസിക്കുന്നു, സന്യാസ സമൂഹത്തിൽ താമസിക്കുന്നു. രണ്ടുപേരും ഒരുപോലെ ദൈവപ്രസാദമുള്ളവരായി ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ്. സ്വർണ്ണനാവാൻ അയ്യവാനിയോസ് തുടർന്ന് പറയുന്നു, കർത്താവ് ഒറ്റ സുവിശേഷമേ നമുക്ക് തന്നിട്ടുള്ളൂ. അവിവാഹിതർക്കും വിവാഹിതർക്കും പ്രത്യേകം സുവിശേഷം കർത്താവ് നൽകിയിട്ടില്ല. ഞാൻ പറയുന്നതല്ല, സ്വർണ്ണനാവാൻ അയ്യവാനിയോസാണ്. ആ പിതാവ് പറയാണ്, ഒറ്റ സുവിശേഷമേ യേശുവിന് നൽകിയിട്ടുള്ളൂ. അത് വിവാഹിതർക്കും അവിവാഹിതർക്കും ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണരാകുന്ന പോലെ നിങ്ങൾ സൽഗുണ സമ്പൂർണരാകുകയും. നമ്മുടെ ചില ആൾക്കാർക്കൊരു വിചാരമുണ്ട്, കല്യാണം കഴിച്ചവർക്ക് എത്ര ലൗകികമായിട്ട് വേണേലും ജീവിക്കാം, പിന്നെ കല്യാണം കഴിക്കാത്ത സന്യാസിമാരുണ്ടെങ്കിൽ അവരിച്ചിരി ആഡംബരമൊക്കെ കുറച്ച് അവരങ്ങനെ ജീവിച്ചു കൊള്ളട്ടെ എന്ന്. സ്വർണ്ണനാവാനായ ഈവാനിയോസ് കൊടുത്ത മറുപടി എന്നറിയാമോ? സന്യാസിമാർ മാലാഖമാരെ പോലെയാണ് വിവാഹത്തിന് കൊടുക്കപ്പെടുന്നവർ. അവര് മാലാഖമാരെ നോക്കി ജീവിക്കട്ടെ. കുടുംബസ്ഥരോട് പറയുന്നു, നിങ്ങൾ നല്ല സന്യാസിമാരെ നോക്കി ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാളിത്യം, അനാഡംബരം, ലോക പദവികളോട്, സമ്പത്തിനോട്, ദൂത്തിനോട്, ഇതിനോട് എല്ലാം കൊണ്ട് വിടപറച്ചിൽ കുടുംബങ്ങൾക്കും ആവശ്യമാണ്. ഇതാണ് സ്വർണ്ണനാവാൻ ഈവാനിയോസ് വിവാഹ ജീവിതത്തെക്കുറിച്ചും അവിവാഹ ജീവിതത്തെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹം പറയുന്നത്, കുടുംബസ്ഥർ അവരും ആശ്രമത്തിലാണ് ജീവിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത്, കുടുംബസ്ഥർ ജീവിക്കുമ്പോൾ ബയോളജിക്കൽ ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അറിയാവും. അതായത് നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി, ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ബയോളജിക്കൽ ഫാമിലി, അല്ലെങ്കിൽ പിന്നെ ചേട്ടനനിയന്മാര്, കുറച്ച് ബന്ധങ്ങൾ, ക്രിസ്ത്യൻ ഹോം, ക്രിസ്ത്യൻ ഹൗസ്, ഇറ്റ് ഡസ് നോട്ട് ഫോർ the biological family, it's for the universe, it's for the humanity, it's for the universal humanity. സ്വർണ്ണനാവാനായ ഈവാനിയോസ് പറയുന്നതാണ്, ക്രിസ്തീയ കുടുംബം തങ്ങളുടെ ബന്ധുക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാനുള്ള ഒരു കുടുംബമല്ല, മനുഷ്യജാതിക്ക് വേണ്ടി മുഴുവൻ ജീവിക്കാനുള്ളതാണ്. ആ കരുതലുണ്ടാകണം. ഇതില്ലാതെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആദ്യം നമ്മുടെ ഇപ്പോൾ പറഞ്ഞു, നമ്മുടെ സഹോദരങ്ങൾ തമ്മിലൊക്കെ നല്ല കെട്ടുപാടുമൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത് കുറഞ്ഞു പോയത്? കുടുംബത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ അർത്ഥം മനസ്സിലാക്കിയത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമെന്നാണ് വിചാരിച്ചത്. അവിടെ ഈ സഹോദരങ്ങൾ മാറി, പിന്നെ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാത്രമായി. ഇപ്പം ഭാര്യയും ഭർത്താവും മാറി, അവനവൻ മാത്രമായി വന്നിരിക്കുകയാണ്. അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന എത്ര തിന്മയായ ലോകത്തിലേക്ക് ഇത് ആയിക്കൊണ്ടെന്നുള്ളത് ഓർത്തുകൊള്ളുക. എപ്പോഴും സംഭവിച്ചതോ പതിനായിരങ്ങളിലോ ലക്ഷങ്ങളിലോ സംഭവിക്കുന്നതായിരിക്കാം. എങ്കിലും ഒരു ഓർത്തഡോക്സ് കുടുംബത്തിലെ ഒരു അമ്മ എന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കണ്ണുനീരോട് പറയുന്നു, മദ്യപാനി, സർവത്ര മദ്യപാനിയായ ഭർത്താവ്, അച്ഛാ, മകളെ അയാളുടെ കൂടെ ആക്കിയിട്ട് പോകാൻ ഞാൻ ഭയപ്പെടുന്നു. എന്തൊരു ദുരവസ്ഥയാണ് പ്രിയരെ, എന്ത് ഭീകരമാണ്. ഇതെല്ലായിടത്തും ആയിട്ടില്ലായിരിക്കാം, പക്ഷേ വിരൽ ചൂണ്ടുന്നത് മനുഷ്യൻ ഇത്ര തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കാലത്തിന്റെ ചുവരെഴുത്തുകളെ നിങ്ങൾ ഞാൻ മറക്കരുത്. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം, കുരിശിങ്കിലേക്ക് തിരിച്ചു വരാം. കുരിശിക്കപ്പെടുവാൻ, ത്യാഗം സഹിക്കുവാൻ നമുക്ക് വരം തന്നിട്ടുണ്ട്. ഈ വരം ക്രിസ്തീയ കുടുംബങ്ങൾ ഏറ്റെടുക്കണം. അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനും ജീവിക്കുവാനും. മാക്കാങ്കുന്ന് കൺവെൻഷനിൽ 99 വർഷം കൺവെൻഷൻ നടന്നു. ഇത് കുറെ വർഷങ്ങൾ കേട്ടവരുണ്ടല്ലോ. 10 മാറ്റിവെച്ച് കൊടുക്കുന്നവർ എത്ര പേരുണ്ട്? ദശാംശമെങ്കിലും മാറ്റിവെക്കുന്നവർ. എന്തിനാ വലിയ ക്രൂശിനെ കുറിച്ച് പറയുന്നത്? ദൈവം തന്നതാണെങ്കിൽ ഒരു 10 മാറ്റിവെച്ച് വേദനിക്കുന്നവർക്കും ദുഃഖിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുവാൻ സാധിച്ചാൽ ഈ മലങ്കര സഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. ഈ പരിശുദ്ധ ബാബാതിരുമേനി പരിമല ഒരു ഹോസ്പിറ്റലിന്റെ കണ്ണുനീരോട് അദ്ദേഹം കഴിയുന്നു. ഈ മലങ്കര സഭയിലെ മക്കൾക്ക് പണമില്ലേ? അദ്ദേഹം എത്ര പേർക്ക് ചോദിക്കേണ്ടി വരുന്നു? 10 കൊടുത്താൽ മതി. നിങ്ങൾക്കും എനിക്കും ഉള്ളതിന് 10 മാറ്റിവെച്ചാൽ ഈ മലങ്കര സഭയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആരുടെയും പുറകെ നടന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ ഇങ്ങനെ പുറകെ നടന്ന് ചോദിച്ചാൽ ചെല്ലം കൊടുക്കുന്നുണ്ട്. അതല്ല പ്രിയരെ, അത് നമ്മുടെ അവകാശമാണ്. ത്യാഗം സഹിക്കുന്നു, കഷ്ടം സഹിക്കുന്നു, നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ അവകാശമാണ്. ഇത് സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുവാൻ തക്കവണ്ണം സാധിക്കണം. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇടയ്ക്ക് നിർത്തണമെന്ന് വിചാരിച്ചുവെങ്കിലും നിർത്തുന്നില്ല. ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിഷയം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയെ കുറിച്ച് ചിന്തിപ്പാൻ വളരെ മനോഹരമായ ഒരു വിഷയം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിന്റെ പഠനങ്ങൾ കൂടുതൽ നടക്കട്ടെ. ഇവിടെ നിന്ന് കുടുംബങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു. യേശു ക്രിസ്തുവിൽ പുരുഷനും സ്ത്രീയും മണവാട്ടിയാണ്. ആ ഒരു ബോധ്യം നിങ്ങളെ എന്നെയും നന്നായി ഭരിക്കണം. നമുക്കൊരു പുതുക്കത്തിന്റെ വിവാഹ ജീവിതത്തിൽ ഒരുമിച്ച് ചേരുന്നത് ക്രിസ്തുവിൽ വളരാൻ വേണ്ടിയാണ്. ക്രിസ്തു എന്ന തലയോളം വളരാൻ വേണ്ടിയാണ്. സാമ്പത്തികമായി വളരാനല്ല, ലോകപ്രകാരം വളരാനല്ല. കാരണം മനുഷ്യരുമായ മണവറയിലേക്കൂടിയാണ് നിങ്ങളെ എന്നെയും കുടുംബജീവിതത്തിൽ കൂടെ വിളിച്ചിരിക്കുന്നത്. അവിടെ കൂടെ പോകത്തക്കവണ്ണമുള്ള ഒരുക്കത്തോടെ ജീവിക്കാനുള്ള ക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധം. രണ്ടാമത് ഞാൻ ഓർപ്പിച്ചു, ക്രിസ്തുവിലായെങ്കിൽ എൻ്റെ ഉള്ളിലെ ഞാൻ മരിക്കണം. അവിടെ ജീവിക്കുന്ന ക്രിസ്തുവാണ്. അഹന്തയുള്ള ഒരു കമ്മ്യൂണിറ്റി, അഹന്തയുള്ള ഒരു സമൂഹം, അത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കും താഴ്മയിലേക്ക് വരാം. പ്രാർത്ഥിക്കണം പ്രിയരെ, നിരന്തരം പ്രാർത്ഥിക്കണം. ഞാൻ പറയാം, ഒന്നാമത്തെ പ്രാർത്ഥന, എൻ്റെ ദൈവമേ എൻ്റെ അഹന്ത മാറ്റണമെന്നായിരുന്നു. ഞാൻ എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും ഞാൻ ഒന്നാമത് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. അഹന്ത ഇല്ലാതെ ആയിത്തീരണം, എന്നിലെ ഞാനില്ലാതെ ആയിത്തീരണം. നിരന്തരമായി പ്രാർത്ഥിക്കണം. ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടുകയില്ല. അതോടൊപ്പം ഞാൻ ഓർപ്പിച്ചു, കുരിശ് നമ്മുടെ അവകാശമാണ്. കുടുംബജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആഡംബരങ്ങൾ മുഴുകി സുഖലോലുപതയിൽ ജീവിക്കാനല്ല, ക്രിസ്തുവിന് വേണ്ടി ക്രൂശ് വഹിക്കാനും അവന് വേണ്ടി ത്യാഗം സഹിക്കാനുമാണ്. അവിടെ കുടുംബജീവിതത്തിന്റെ സന്തുഷ്ടി കൂടെ വന്നുകൊള്ളും പ്രിയരെ. നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കൊന്നും വേണ്ട. യേശു ക്രിസ്തുവിന്റെ ക്രൂശിനായി നിങ്ങളെ എന്നെയും കുടുംബങ്ങളായി വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ കുടുംബസമാധാനം അതിന്റെ പരിണത ഫലമായി തന്നെ നമ്മുടെ ഭവനങ്ങൾ ഉണ്ടായിക്കൊള്ളും. പക്ഷെ ഇന്ന് നമ്മുടെ കുടുംബസ്ഥരുടെ വിചാരം, കുടുംബജീവിതമായിട്ട് നമുക്ക് ഈ ലോകത്തിൽ ഉല്ലസിച്ച് ആഹ്ലാദിച്ച് ആമോദിച്ച് അഹങ്കരിച്ച് സുഖലോലുപതയോടെ എല്ലാം ആസ്വദിച്ച് ജീവിക്കാനുള്ള ജീവിതമാണ് കുടുംബജീവിതം എന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. അല്ല, നമ്മളും ആശ്രമത്തിലാണ്. ദൈവസന്നിധിയിൽ താഴ്മയിലും നന്മയിലും വിശുദ്ധിയിലും വളരാനുള്ള ആശ്രമ പാരമ്പര്യത്തിലാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിന്റെ അർത്ഥം. അത് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കുടുംബജീവിതം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ